Good morning, all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Okay. Good എല്ലാവരും morning, തന്നെ ma'am. കയറിയോ? കുറച്ച് പേരും കൂടി വരാനുള്ളതാണല്ലേ ക്ലാസ്സില്? ഓക്കെ. Aday, ma'am. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല രാവിലെ തന്നെ നല്ല Good morning. ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഓരോ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് ICU നമ്മുടെ ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ? കംപ്ലീറ്റ് അതെ, ആയോ? Responsibility of in charge of Responsibility of ICU വരെ ആയിരുന്നു. ICU ഇൻചാർജ് ഇവിടെ വരെ എടുത്തിട്ടുള്ളൂ. responsibilities വരെ എടുത്തുള്ളൂ ma'am. റെസ്പോൺസിബിലിറ്റീസ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നില്ലേ? പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു. ഓക്കെ. അവിടം വരെ എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും വായിക്കുന്നൊക്കെ ഉണ്ടോ? ഡെയിലി ഓരോ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടോ? Yes, ma'am. ഓക്കെ. അപ്പോ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് വായിച്ചെങ്കിലും ഇരിക്കണം കേട്ടോ. ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ആയിട്ട് തന്നെ അത് വായിച്ച് പഠിച്ചു പോകണം. എന്നാലും നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ഓരോ പല പല ടീച്ചേഴ്സ് എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരെടുക്കും. അതുകൊണ്ടാണ് എന്തോരം എടുക്കും നമ്മൾ അത്രയും ഭാഗം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്റൻസീവ് കെയറിംഗ് വേണ്ടി പറഞ്ഞു. നെക്സ്റ്റ് ആ ഒരു കുറച്ച് സെക്ഷൻ കൂടി എടുക്കാനുണ്ട് അല്ലെ? ഓക്കെ. നമുക്ക് അതും കൂടി എടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ആ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാനുണ്ട്. ഓക്കെ. ഓക്കെ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU അതുവരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഓക്കെ. ഒരാളെന്ന പോയിന്റ്സ് ഒന്ന് വായിച്ചേ, ദെൻ നമുക്ക് നെക്സ്റ്റ് തുടങ്ങാം. ആ ഒരു പോയിന്റ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വായിച്ചോളൂ. റെസ്പോൺസിബിലിറ്റീസ്. Responsibilities of in charge of ICUS is representative for unit in administrative, provide community of clinical care, arrange teaching and supervision of junior staff who needed comprehensive instructions, not only regarding patient care but also for use of unfamiliar equipment, is responsible for purchasing and servicing of ICU equipments. I should initiate research and be recognized as an authority. Should review all treatment, remain with staff. സ്റ്റാഫ്. ഓക്കെ. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് വായിച്ചത് അല്ലെ? ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ അവിടെ വരെ? നമ്മൾ നെക്സ്റ്റിലോട്ട് പോവുകയാണ്. The hospital administration should ensure, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും അവർ നമുക്ക് ഉറപ്പാക്കുന്നത് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ നോക്കാട്ടോ. And suitable environment for patient safety, sufficient resources in good working condition, ample number of skilled medical and nursing team, standards of care that include proper referral system, ensure quality assurance programs, proper policy for admission discharge procedure. ചിലപ്പോലെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് മീനിങ് മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, നോക്കാം. ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യന്റിന്റെ സേഫ്റ്റി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം ഉറപ്പുവരുത്തണം. അതല്ലേ നമ്മളൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പേഷ്യൻസിന് വേണ്ടി ഫസ്റ്റ്ലി ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എൻവയോൺമെന്റ് നമുക്ക് ഉദ്ദേശിക്കുന്നത് നല്ലൊരു അന്തരീക്ഷം. ഇപ്പോ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യൻസിനാണെങ്കിൽ അവിടെ നല്ലൊരു എൻവയോൺമെന്റ് വേണം. ഒരു എന്താ പറയാ, ഇപ്പൊ റൂമൊക്കെ ആണെങ്കിൽ അതിനുള്ള സെറ്റിംഗ്സും റൂമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള സെറ്റിംഗ്സും കാര്യങ്ങളും വേണം. പിന്നെ എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു എൻവയോൺമെന്റ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് നോക്കാം.
സഫീഷ്യന്റ് റിസോഴ്സ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. എല്ലാ റിസോഴ്സസുകളും അതിന് വേണ്ട എല്ലാ സ്രോതസ്സുകളും ഒരുക്കി കൊടുക്കുക. Then good working condition. ഇപ്പോ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഇപ്പൊ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചാർജ് തീരുകയോ ബാറ്ററി തീരുകയോ അങ്ങനെ ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്നും വരാൻ പാടില്ല. അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Ample number of skilled medical and nursing team. Ample എന്താണ് ample മീനിങ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ample എന്നുള്ള ടൈം? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലേ No, ma'am. ഓക്കെ, ആംബിൾ മീനിങ്സ് നമ്മൾ വൈദഗ്ധ്യം എന്ന് കേട്ടിട്ടുണ്ടോ? വൈദഗ്ധ്യം, നല്ലൊരു അറിവുള്ള ഒരു വിദഗ്ധൻ എന്നൊക്കെ പറയാറില്ലേ? ആ ഒരു ടൈമാണ് ആംബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. വിദഗ്ധൻ അതായത് കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അപ്പോ ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. അപ്പോ ധാരാളം എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള മെഡിക്കൽ നഴ്സിംഗും അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ടീം തന്നെ വേണം. അതാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫോർത്ത് പോയിന്റ് നോക്കാം. സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. അതായത് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ, നല്ല രീതിയിലുള്ളൊരു എന്താ പറയേണ്ട ഒരു കെയർ കിട്ടണ്ടേ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ്സ് പേഷ്യൻസിന് കൊടുക്കുക. ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. റെഫറൽ സിസ്റ്റം മീൻസ് ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്ത ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള മീനിങ് ആണ്. അതായത് ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, മെഡിസിന്റെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കെയർ പേഷ്യൻസിന് നൽകുക. ഏതാ ചാപ്റ്റർ വരുന്നത്? ഏതാ ചാപ്റ്റർ ഇത് വരുന്നത്? എത്രാമത്തെ ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 13 ഇന്റൻസീവ് കെയർ യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല? ഇല്ല. ഓക്കെ, നിങ്ങള് ഫസ്റ്റ് ടൈം കയറുമ്പോഴേ നിങ്ങൾ കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണണം കേട്ടോ. ഇപ്പൊ ഏത് ടീച്ചേഴ്സിന്റെ ക്ലാസ് ആണെങ്കിലും ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെ, ഏതെങ്കിലും തരത്തിൽ നമുക്ക് മിസ് ആവാലോ. അങ്ങനെ മിസ് ആയിട്ടുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ക്ലാസ് കാണണം. ദെൻ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടാണ്ട് വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇൻ കേസ് ലൈവ് ക്ലാസ്സിൽ നമ്മളെ കയറാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് റെക്കോർഡ് ക്ലാസ് അതിക്ക് മുന്നേ ജസ്റ്റ് ഒന്ന് തലേ ദിവസം ഒന്ന് റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം. അല്ലെങ്കിൽ അവിടെ വരെ ഒന്ന് വായിച്ചെങ്കിലും വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ഏതാ എവിടെ ഒരു പിടുത്തം നമുക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടൊന്ന് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എൻഷ്യൂർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്. ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസിനെ കണ്ടക്ട് ചെയ്യുക. ഇവിടെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം മീൻസ് ഹോസ്പിറ്റലിൽ നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. മീൻസ് ചില ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഇപ്പൊ നേത്രദാന ക്യാമ്പ്, അല്ലെങ്കിൽ ഇതുപോലെ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ ഫ്രീ നേത്രദാന ക്യാമ്പ്, അലർജി ടെസ്റ്റുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലും കണ്ടുവരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ നോട്ടീസ് ഒക്കെ അയക്കാറുണ്ട്. ഇതുപോലെ ഇന്ന ദിവസം ഇന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സൗജന്യ ക്യാമ്പ്, സൗജന്യ നേത്രദാന ക്യാമ്പ്, അല്ലെങ്കിൽ അലർജി ടെസ്റ്റുകൾ, അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പേഷ്യൻസിന് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസുകളാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോളിസി പോലെ ചെയ്യണം. എന്തിനു വേണ്ടി? അഡ്മിഷൻ പ്രോസസ്സും ഡിസ്ചാർജ് പ്രോസസ് ഒക്കെ. നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അഡ്മിഷൻ എടുക്കുന്നത് എവിടെയാണ്? നമ്മൾ നേരിട്ട് ഡോക്ടറിന്റെ റൂമിലേക്കാണോ പോകുന്നത്? ആണോ? നിങ്ങള് ഒരു എന്തെങ്കിലും നമുക്ക് അസുഖം വന്നു, നമ്മുടെ കുട്ടികൾക്കോ എന്തെങ്കിലും അസുഖം വന്നു, അപ്പൊ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി നേരെ ഡോക്ടറുടെ റൂമിലേക്കാണോ ആദ്യം പോകുന്നത്? അല്ല മാം, നമ്മള് റിസപ്ഷനിൽ ചെല്ലും. എന്നിട്ടാണ് അവിടെ നിന്നാണ് നമ്മള് ചീട്ട് എടുത്ത് അഡ്മിഷൻ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ഒരു ഹോസ്പിറ്റലില് ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നമ്മളോട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവിടെ ചെറിയൊരു കാർഡൊക്കെ തരും. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് സിസ്റ്റമിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത് അല്ലെ. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവര് തയ്യാറാക്കിക്കൊണ്ടാണ്. അതിനുശേഷമാണ് നമ്മളോട് അവിടെ ഡോക്ടറിന്റെ അവിടെ വെയിറ്റ് ചെയ്തോ ഇന്ന നമ്പർ വിളിക്കും, അല്ലെങ്കിൽ നേഴ്സ് വന്ന് നമ്മുടെ പേര് വിളിക്കുമ്പോഴായിരിക്കും നമ്മൾ അകത്തോട്ട് കയറുന്നത് അല്ലെ. സോ അതൊക്കെ ഒരു പോളിസി, അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഇങ്ങനെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ. സെയിം അതുപോലെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലില് അഡ്മിറ്റഡ് ആയി കഴിയുമ്പോൾ ഡിസ്ചാർജ് ആകുമ്പോ ഇന്ന ദിവസം ഡിസ്ചാർജ് ആക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു.
പക്ഷെ നമ്മൾ ഡിസ്ചാർജ് ആയി അപ്പൊ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് പോരാനായിട്ട് പറ്റുമോ? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിന് പ്രോസസ്സുകളില്ലേ ഒത്തിരി അതെ മാം. അല്ലെ? നമുക്ക് പേയ്മെന്റ് ചെയ്യണം, എന്തെങ്കിലും ടെസ്റ്റുകളുടെ എന്തെങ്കിലും റിപ്പോർട്ട് ഇനി കിട്ടാനുണ്ടെങ്കിൽ ചിലപ്പോ ആ റിപ്പോർട്ട്സ് വാങ്ങിച്ച് ഡോക്ടറെ കാണിക്കണം, എന്തെങ്കിലും ബില്ലിന്റെ എമൗണ്ട് ഒക്കെ സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണം, ദെൻ നമുക്ക് മെഡിസിൻ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ മെഡിസിൻ ഒക്കെ വാങ്ങിക്കണം. അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു എന്താ പറയാ ഒരു പോളിസി പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ അഡ്മിഷനും ഡിസ്ചാർജ് ഒക്കെ എന്ത് വേണം? പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യണം. അതൊക്കെയാണ് ഹോസ്പിറ്റലിൽ എൻഷുർ ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാളൊക്കെ ആ പോയിന്റ്സ് വായിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മീനിങ് മനസ്സിലായില്ല. ഇനി നിങ്ങൾ ഇനി വായിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പം കിട്ടും കേട്ടോ. ഓക്കെ. And suitable environment for patient safety. ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കാരണം ഒരാളുടെ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവിടെയുള്ള നിങ്ങളുടെ ആ ഒരു ഇതിലുള്ള സൗണ്ട്സും കാര്യങ്ങളെ നമ്മുടെ ക്ലാസ്സിന്റെ മൊത്തത്തിലൊന്ന് അഫക്ട് ചെയ്യും. സോ മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും ടീച്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ മാക്സിമം നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, വായിച്ചോളൂ, കണ്ടിന്യൂ. The hospital administration should ensure and suitable environment for patient safety, sufficient resource in good working condition, ample number of skilled medical and nursing team, standard of care that include proper referral system, ensure quality assurance programs, proper policy for admission discharge procedure. ഓക്കെ, ക്ലിയർ ആയോ? 6 പോയിന്റ് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എൻഷുർ ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ 6 പോയിന്റിൽ വായിച്ചത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? നാലാമത്തത് ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റും കെയർ അല്ലേ നമുക്ക് പേഷ്യൻസിനെ സംബന്ധിച്ച് ലഭിക്കുക. സോ അതുപോലെ ഒരു നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റും കെയറുകളും കൊടുക്കുക. കൂടെ ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം. റെഫറൽ സിസ്റ്റം ഉദ്ദേശിക്കുന്നത് മീൻസ് ഈ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഇപ്പൊ മെഡിസിൻസ് ഡയറക്ടറാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സിനെ കാണുന്ന അഡ്മിഷൻ പ്രൊസീജിയർ അങ്ങനെ വരുന്ന കാര്യങ്ങളില്ലേ. അതായത് ഒരു കോമൺ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തരിക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നിങ്ങൾ ആ പോയിന്റ്സ് തന്നെ ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, എല്ലാവരും ആ ഒരു 6 പോയിന്റ് എല്ലാവരും ഒന്ന് വായിക്കാം. നിങ്ങൾ തന്നെ ഓരോ പോയിന്റ് വായിക്കാം, സ്വയം അത് മനസ്സിലൊന്ന് മീനിങ് കാണാം. ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ? ഓക്കെ, പിന്നെ നിങ്ങളൊന്ന് വായിച്ചോളൂ. 2 മിനിറ്റ്സ് സമയം തരാം, വായിച്ചോളൂ കേട്ടോ. ഓക്കെ, വായിച്ചില്ല എല്ലാവരും 6 പോയിന്റ്? Yes, ma'am. ഓക്കെ, ടെക്സ്റ്റിലോട്ട് പോവാം. ദെൻ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു സെക്ഷൻ ആണ് ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. നിങ്ങൾ ആ പേരുകളും അവരുടെ ഡ്യൂട്ടീസും നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ. കാരണം നമുക്ക് ICU ഇൻചാർജ് വരുന്നുണ്ട്, ദെൻ ICU സെക്രട്ടറി വരുന്നുണ്ട്. സോ അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ വേറെ എക്സ്ട്രാ ഒന്നും പഠിക്കണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പോയിന്റ്സുകളിലെ ഒരു പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് മാറിപ്പോവാതെ നോക്കി പഠിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ICU ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ പറയുന്നുണ്ട്, ദെൻ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി പറയുന്നുണ്ട്. സോ അത് രണ്ടും മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, നമുക്ക് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് നോക്കാം. എന്തൊക്കെയാണ് ICU സെക്രട്ടറി ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരാൾ വായിച്ച് ഫസ്റ്റ് പോയിന്റ് വായിക്കാം. ഓരോ പോയിന്റും ഓരോരുത്തർ വെച്ച് വായിക്കണം കേട്ടോ.
മിനിറ്റ് പെട്ടെന്ന് എന്താ പറയാ പെട്ടെന്ന് ഓരോരുത്തരായിട്ട് വായിക്കാം. എല്ലാരും കൂടി ക്ലാഷ് ആവരുത്. ഒരാൾ വായിച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാം, മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓരോരുത്തര് ഓരോ പോയിന്റ് വായിക്കാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് പറയാം. ഓക്കെ, വായിച്ചോളൂ. Duties of ICU secretary. A unit secretary in the ICU is normally the first person whom family members and visitors meet when coming to the ICU. പറഞ്ഞോളൂ, എന്താണ് എളുപ്പമല്ലേ പോയിന്റ്? ഒരു പ്രാവശ്യം കൂടി എല്ലാവരും തന്നെ വായിക്കാം കേട്ടോ. വായിച്ചു പറഞ്ഞോളൂ. The unit secretary, ഒരു ICUയിലെ യൂണിറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് നോർമലി ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും. ഫാമിലി മെമ്പേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ വെൻ കമ്മിങ് ടു ദ ICU അവർക്ക് അത് അനുവദിച്ചു കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് യൂണിറ്റ് സെക്രട്ടറിക്ക്, അതല്ലേ മാം? അതായത് യൂണിറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ICUല് നോർമലി ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്. അതായത് നമ്മൾ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ ഫസ്റ്റ് മീറ്റിംഗിന് ഈ ഒരു സെക്രട്ടറിനെ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വായിച്ചോളൂ. നെക്സ്റ്റ് വൺ, സെക്കൻഡ് പോയിന്റ്. Attend calls and pass on messages properly. എന്താണ് പറയുന്നത് അവിടെ ജസ്മി? കോളുകൾ അറ്റൻഡ് ചെയ്യാനും മെസ്സേജുകൾ കൃത്യമായി പാസ് ചെയ്യാനും. പാസ് ചെയ്യുന്നത് ആരാണ്? ICU സെക്രട്ടറി. ഓക്കെ, തേർഡ് പോയിന്റ്. Accountable for greeting them and listening to determine what the client requires. അതായത് ക്ലയൻസിനെ കറക്റ്റ് ആയിട്ട് ഗ്രീറ്റ് ചെയ്യും, അവരെന്താണ് പറയുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ലിസൺ ചെയ്യും, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് സെക്രട്ടറി. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ എല്ലാവരും പറയുന്നുണ്ട് അല്ലെ. എളുപ്പമുള്ള പോയിന്റ്സ് ആണ്. അതാണെങ്കിൽ നിങ്ങൾക്കും തന്നെ പറയിപ്പിക്കണം, നമുക്ക് കിട്ടും അല്ലെ, നമുക്ക് ശ്രമിച്ചാൽ കിട്ടാവുന്നുള്ളൂ. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് വായിച്ചോളൂ. ഫോർത്ത് പോയിന്റ് നെക്സ്റ്റ്. The secretary is liable to answer basic questions and provide general information such as the visiting hours for the ICU. എന്താണ് അവിടെ പറയുന്നത്? അതായത് ICU സെക്രട്ടറീസ് പേഷ്യൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കണം. അതായത് ജനറലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യണം. അതായത് രോഗത്തിനെ കുറിച്ചിട്ട് അത് ഏത് രീതിയിലാണ് എന്ന് ആൻസേഴ്സ് കൊടുക്കുക. ലയബിൾ മീൻസ് അടിസ്ഥാനം, ബേസിക് ആയിട്ടുള്ള നമ്മൾ പറയാറില്ലേ കോമൺ ആയിട്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനം എന്നൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, പറയുക. ഇനി നെക്സ്റ്റ് പോയിന്റ് വായിച്ചോളൂ. നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ഇനി അടുത്ത ആളില്ല വായിക്കാൻ. If cannot provide information concerning the medical status of the patient, is the secretary who helps point the customers in the right direction and refer them to other staff members if needed. If cannot provide information concerning the medical status of the patient, secretary correct ആയിട്ടുള്ള മെഡിക്കൽ പേഷ്യന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാറ്റസ് എല്ലാം പറയുന്നതിലെങ്കിൽ ഇസ് ദ സെക്രട്ടറി ഹെൽപ്പ് പോയിന്റ് കസ്റ്റമേഴ്സ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. സെക്രട്ടറി പറഞ്ഞു കൊടുക്കണം എന്നാണോ? ആൻഡ് റെഫേഴ്സ് ദം ടു അതർ സ്റ്റാഫ് മെമ്പേഴ്സ് ഇഫ് നീഡഡ്. മറ്റുള്ള സ്റ്റാഫുകളോട് ചോദിച്ചിട്ടായാലും അവരോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്നാണോ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി കിട്ടും. If cannot provide information concerning the medical status of a patient, it is secretary who helps the point the customers in the right direction and refers them to other staff members if needed. നോക്കാം. ഇപ്പൊ ഒരു രോഗിയുടെ ഒരു രോഗിയുടെ ആരോഗ്യനിലയെ കുറിച്ചുള്ള വിവരങ്ങൾ ചിലപ്പോ ആ സെക്രട്ടറിക്ക് പറയാൻ കഴിഞ്ഞില്ല അല്ലെ. ചില സിറ്റുവേഷനിൽ ചിലപ്പോ പൂർണ്ണമായിട്ടും ആ ഒരു രോഗിയെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യനില, മെയിൻ ആയിട്ട് അതാണ് ആരോഗ്യനിലയെ കുറിച്ച് ആ ഒരു കസ്റ്റമർ മീൻസ് ആ ഒരു പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ ഉണ്ടാവുമല്ലോ, അവരോട് പറയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള ഡയറക്ഷനിൽ, അതായത് ശരിയായ ഒരു ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ റെഫർ ചെയ്യണം. മറ്റ് സ്റ്റാഫ് അംഗങ്ങളോട് കൂടി റെഫർ ചെയ്തിട്ട്, ഇപ്പൊ നഴ്സുമാരൊക്കെ ഉണ്ടാവില്ല അവിടെ, അപ്പൊ അവരോട് കൂടി റെഫർ ചെയ്തിട്ട് വേണം റെഫർ ചെയ്യുകയും അങ്ങനെ ചെയ്യേണ്ടത് ഒരു
റെഫർ ചെയ്തിട്ട് വേണം ആ ഒരു ആവശ്യം കൂടി ആർക്കുണ്ട്, സെക്രട്ടറിക്ക് ഉണ്ടെന്ന്. മേ ബി സെക്രട്ടറിക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യനിലയെ കുറിച്ച് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനോട് കൂടി പറയേണ്ട ആവശ്യകത ഉണ്ടെന്ന് റെഫറൻസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വായിച്ചോളൂ. പെർഫോം ക്ലറിക്കൽ ടാസ്ക്, അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. എന്താണ് ഇവിടെ പറയുന്നത്? അടുത്ത ജോലികൾ ചെയ്യുകയും ബെഡിന്റെ അവസ്ഥ എന്താണെന്ന് കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. ക്ലറിക്കൽ ടാസ്കുകൾ, അങ്ങനെയുള്ള ബാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ബില്ലിന്റെയോ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള എല്ലാ ക്ലറിക്കൽ ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും ചെയ്യണം. ദെൻ ബെഡ് സ്റ്റാറ്റസ്. ബെഡ് സ്റ്റാറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, അതിന് തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ആളെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഐസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഇത്ര പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇനി വേറൊരു പേഷ്യൻസിന് കിടക്കാനായിട്ടുള്ള ബെഡ് ഇല്ലെങ്കിൽ ഈ ആളെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ? അതുകൊണ്ട് അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യണം. ഇന്ന് എത്ര ബെഡ്സ് ഒഴിവുണ്ട്, എത്ര ബെഡ്സ് ഒഴിവുണ്ട് എങ്കിലല്ലേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബെഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. സോ അതിന്റെ ബെഡ് സ്റ്റാറ്റസ് ഒക്കെ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്. എന്ത് ചെയ്യണം? ഫയൽസ്, പേഷ്യന്റ് ഫയൽസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണം. പേഷ്യന്റിനെ പരിചരിക്കുകയും വേണം. ഓക്കെ, ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരൊരു എന്താ പറയാ, ഒരു സംഘടിപ്പിക്കുക, ഒരുമിച്ചൊരു റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് വായിച്ചോളൂ. വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഒരു സെക്രട്ടറി അതർ ഡിപ്പാർട്ട്മെന്റിനെ കോർഡിനേറ്റ് ചെയ്യാനും കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതായത് ഐസിയുലാണല്ലോ ഈ സെക്രട്ടറി വർക്ക് ചെയ്യുന്നത്. ഐസിയുൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് വേണം? മറ്റു വകുപ്പുമായിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഇല്ലേ, അവരോടും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ഓരോ പോയിന്റ്സ് വായിക്കാൻ ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങളും സ്വയം വായിച്ചു നോക്കണം. ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. A unit secretary in the ICU is normally the first person whom family members and visitors meet when coming to the ICU. ഒരു യൂണിറ്റിന്റെ സെക്രട്ടറി, ഒരു ICU സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ ആണ്. നമ്മൾ ഫാമിലി മെമ്പേഴ്സും വിസിറ്റേഴ്സും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഈ ഒരു ICU സെക്രട്ടറിയെ ആയിരിക്കും. Then attend calls and pass on message properly. അല്ലെ, എല്ലാ കോൾസുകളും അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വാർഡിൽ നിന്നും കോൾസ് ICUലോട്ട് വിളിക്കുന്നത് ഈ സെക്രട്ടറിനെ ഇന്നൊരാളെ, ഒരു പേഷ്യൻസിനെ ഞങ്ങൾ ICUലേക്ക് വിടുന്നുണ്ട്, അവിടെ ബെഡ് അവൈലബിൾ ആണോ, അങ്ങനെയുള്ള കോൾസും കാര്യങ്ങളൊക്കെ പരസ്പരം അറ്റൻഡ് ചെയ്യുന്നത് സെക്രട്ടറി ആയിരിക്കും. Then third point, accountable for greeting them and listening to determine what the client requires. അതായത് ഗ്രീറ്റിംഗ് ചെയ്യാനും ദെൻ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പേഷ്യന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ എന്തെങ്കിലും അങ്ങനെ പേഷ്യൻസിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ പറയില്ലേ, അതെല്ലാം ലിസൺ ചെയ്യാനും ദെൻ ക്ലയന്റിന്റെ റിക്വയർസ് എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അതെല്ലാം നടത്തി കൊടുക്കണം. ദെൻ സെക്രട്ടറി ഈസ് ലയബിൾ ടു ആൻസർ ബേസിക് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊവൈഡ് ജനറൽ ഇൻഫർമേഷൻ such as the visiting hours for the ICU. അല്ലെ, അതായത് അടിസ്ഥാന ലയബിൾ മീൻസ് അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ദെൻ ICU സന്ദർശന സമയമില്ലേ, വിസിറ്റിംഗ് അവേഴ്സിലെ ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ സാധാ ICUലല്ല നോർമലായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും പേഷ്യൻസിനെ പോയി കാണാനുള്ള സൗകര്യം ഉണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലില്? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉണ്ടോ? കോമൺ ആയിട്ട് പറയണെങ്കിൽ ഒരു സന്ദർശന സമയം വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈവനിങ് ഒരു 4 PM ടു അല്ലെങ്കിൽ ഒരു 6 PM ആ ഒരു ടൈമൊക്കെ ആയിരിക്കും ഒരു സന്ദർശനം. അത് കഴിഞ്ഞിട്ട് നൈറ്റിലൊക്കെ നമുക്കൊന്നും കാണാനുള്ള അങ്ങനെ ഒന്നും അലൗഡ് അല്ല അല്ലെ. സോ ICUയും ഇതുപോലെ സന്ദർശന സമയമുണ്ട്. ആ ഒരു ടൈമിൽ മാത്രം അല്ല. ICUയിൽ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഒരു 3-4 പേർക്ക് ഒരുമിച്ചൊക്കെ ബൈസ്റ്റാൻഡർ അങ്ങനെയൊക്കെ കാണാനൊന്നും പറ്റില്ല. ചിലപ്പോ ഏറ്റവും അടുത്ത ഒരാൾ ബൈസ്റ്റാൻഡർ അല്ലെ, ആ ഒരു വ്യക്തിക്ക് മാത്രം നമ്മളുടെ പേഷ്യൻസിനെ കാണാനായിട്ട് അലൗഡ് ചെയ്തിട്ടുള്ളൂ. സോ അങ്ങനെയുള്ള ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളും അല്ലെ, ഈ ICU സന്ദർശന സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സെക്രട്ടറിയാണ്. If cannot provide information concerning the medical status of patient, is secretary who helps point the customers in the right direction and refers them to other staff members if needed.
ഇൻ കേസ് എന്തെങ്കിലും cannot provide information, ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യനിലയെ കുറിച്ചുള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചുള്ളത് സെക്രട്ടറിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ ആരുടെ സഹായം തേടണം? അവിടെയുള്ള ഒരു നഴ്സിംഗ് അല്ലെങ്കിൽ ആ ഒരു നഴ്സിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടാവും. അവരുടെ ഒരു റൈറ്റ് ഡയറക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സഹായം കൂടി തേടേണ്ടത് ആവശ്യമാണ്. Then perform clerical task, update bed status in computer. അല്ലെ, പെർഫോം ക്ലറിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യുകയും then ബെഡിന്റെ സ്റ്റാറ്റസ്, ബെഡ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഇന്ന പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് തന്നെ കമ്പ്യൂട്ടറിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. Then maintain files and organize patient records. ഫയലുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, പിന്നെ പേഷ്യന്റ് റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യണം. Then work with other department to coordinate care service. ആള് ICU സെക്രട്ടറി ആണ്, ICU കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു സഹവർത്തിത്വത്തോടു കൂടി അല്ലെ, അല്ലെങ്കിൽ അവരോടും കൂടി ഒന്ന് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നിങ്ങൾ ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എല്ലാവരും ഒന്ന് വായിക്കാം. ഒരു 5 minutes മതിയല്ലോ, വായിച്ചോളൂ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഓക്കെ, നമുക്ക് മോക്ക് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് ആരാണ്? ജൂനിയർ റെസിഡന്റ് ആണോ? അങ്ങനെ 4 ഓപ്ഷനില്. അപ്പോ അതില് നമ്മള് പഠിച്ചതും എഴുതിയതും പേഷ്യൻസിന്റെ റെക്കോർഡ് ചെയ്യുന്നത് ജൂനിയർ റെസിഡന്റ് ആണെന്നാണ്. പക്ഷെ അതിനകത്ത് റോങ് ആൻസർ ആയിട്ട് ICU സെക്രട്ടറി ആണ് ശരിക്കുള്ള ആൻസർ വന്നത്. അത് എങ്ങനെയാ? അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? ഓക്കെ, റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് അല്ലെ? ക്വസ്റ്റ്യൻ എനിക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് കയ്യിൽ ഇല്ല, നോക്കാട്ടോ. റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് ആരാണെന്നല്ലേ? ഓക്കെ ഓക്കെ, ജൂനിയർ റെസിഡന്റ് വരുന്നുണ്ട്. ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് പേഷ്യന്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജൂനിയർ റെസിഡൻസ് എന്നുള്ളത് ഞങ്ങൾ കൊടുത്ത സമയത്ത് അത് റോങ് ആൻസറും ICU സെക്രട്ടറി ആണെന്നാണ് അതിന്റെ റൈറ്റ് ആൻസർ കാണിച്ചിട്ടുണ്ടായത്. ICU സെക്രട്ടറി. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ അതിനകത്തേക്ക്. കാരണം നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും എവിടം വരെയാണോ എടുത്ത് നിർത്തുന്നത് അതിനുള്ളിൽ നിന്നുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നിങ്ങൾക്ക് തരുന്നത് മോക്ക് ടെസ്റ്റ്. ഓക്കെ ഓക്കെ, സെയിം ഉണ്ടല്ലോ. ഓക്കെ, ആൻസർ ICU സെക്രട്ടറി എന്നായിരുന്നോ അതിൽ നിങ്ങൾക്ക് വന്നത് മോക്ക് ടെസ്റ്റ്? അതെ അതെ. ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ? ജൂനിയർ റെസിഡന്റും കീപ്പ് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ പറയുമ്പോൾ സെക്രട്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തത് എന്തെങ്കിലും മിസ്റ്റേക്കിൽ വന്നതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഏത് ആൻസർ ചെയ്യേണ്ടത്? ഓക്കെ, അത് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഫസ്റ്റ് പോർഷൻ, ആ ഒരു പോർഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്ത കുറച്ച് പോർഷൻസ് ഇല്ലേ, ആ ഒരു പോർഷൻസിൽ നിന്നാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരില്ല, ക്യാൻസൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലൊന്നും വരില്ല, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഓക്കെ, വായിച്ചോളൂ എല്ലാവരും, വേഗം വായിച്ച ഡ്യൂട്ടീസ്. വായിച്ചായിരുന്നു എല്ലാവരും? കഴിഞ്ഞോ വായിച്ച്? ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ICU എന്നുള്ളൊരു ചാപ്റ്റർ ഇത്രയും വരുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു കുഞ്ഞു ചാപ്റ്റർ ആണ്, പിന്നെ കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരാം. നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, നമ്മൾ പയ്യെ പഠിച്ച് റെഡിയാകും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തുടങ്ങി നമ്മള് കുറച്ച് ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിലേ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ നമ്മള് നിങ്ങളുടെ കഴിഞ്ഞ ബാച്ചുകൾക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ലാ ടീച്ചേഴ്സും എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ ഞാൻ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചെറിയൊരു ടെസ്റ്റ് പേപ്പർ പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നുവെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ തന്നെ സ്വയം എത്രത്തോളം പഠിച്ച് എന്നുള്ളൊരു സ്വയം നമുക്കൊരു അസസ്മെന്റ് ചെയ്യണ്ടേ,
അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്, ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പോലെ. ഓപ്ഷൻസ് ഒന്നുമില്ല, ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ ആൻസർ ചെയ്യുക, നിങ്ങൾ തന്നെ ഞാൻ ആൻസർ പറയും, നിങ്ങൾ തന്നെ ടെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു സിസ്റ്റം നമ്മളിപ്പോ ചെറുതായിട്ടൊന്ന് വേറെ ടീച്ചേഴ്സ് തുടങ്ങിയത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കും നിങ്ങൾക്കും നമുക്കും ഒരു എന്താ പറയാ, അത്രത്തോളം നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് നമുക്കൊരു വിലയിരുത്തണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ യെസ് മാം. ഓക്കെ. ഓക്കെ മാം. എന്താണ് കുഴപ്പമുണ്ടോ? ഇല്ല മാം. No, ma'am. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞില്ലേ, നമുക്ക് നിങ്ങൾക്ക് ഇനി മൺഡേ വരുന്നുണ്ടോ? മൺഡേ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ എന്റെ ക്ലാസ്? ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. ടൈം ടേബിൾ കിട്ടിയിട്ടില്ല. Timetable കിട്ടിയിട്ടില്ല. ഇല്ല മാം. ഇല്ല മാം. അല്ലേ, തന്നിരുന്നില്ല അപ്പൊ ടൈം ടേബിള്? നിങ്ങൾ ചോദിച്ചായിരുന്നു വേറെ ടീച്ചേഴ്സിനോട്? ചോദിച്ചായിരുന്നു. നിഷ മാമിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഷ മാമിന്റെ അടുത്ത് ചോദിച്ചിരുന്നു. ചോദിച്ചായിരുന്നോ? പറയാറുണ്ട് കേട്ടോ. നമ്മളുടെ ക്ലാസ് വരുന്നതനുസരിച്ച് നമുക്ക് ഒരു ചെറിയൊരു ടെസ്റ്റ് പേപ്പർ പോലെ ഇടാം. ഓക്കെ, ക്ലാസ് നമുക്ക് നമുക്ക് മൺഡേ വരുന്നുണ്ട് കേട്ടോ ക്ലാസ്. മൺഡേ വരുന്നുണ്ട്. അപ്പോ സോ ഈ വരുന്ന മൺഡേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ചെറിയൊരു ടെസ്റ്റ് പേപ്പർ ഇട്ടാലോ? ഓക്കെ മാം. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവണം കേട്ടോ, 10 മാർക്കിനുള്ളത്. നിങ്ങളപ്പോ നല്ല രീതിയിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്തവര് ഇന്നിപ്പോ ആദ്യമായിട്ട് കയറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ കയറാതെ? ഉണ്ട് മാം. ഓക്കെ, ഒരാളുള്ളൂ. മറ്റെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും കാരണത്താല് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണണം കേട്ടോ. എല്ലാവരും കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടോ ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ കോപ്പി? യെസ് മാം. പരമാവധി കോപ്പി എടുത്ത് വെക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം നമുക്കത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഓരോ ചാപ്റ്ററോട് വായിക്കുമ്പോഴും പറയുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് സ്റ്റാർ ഒക്കെ ചെയ്ത് അങ്ങനെ സ്വയം നമുക്ക് പഠിക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ മൺഡേ നമുക്ക് ക്ലാസ് വരുന്നുണ്ട്. എന്തായാലും മൺഡേ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക്. സോ മൺഡേ നമുക്ക് ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ ഇടാം. ആരും മറന്നു പോകരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇല്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരു മൺഡേ ടെസ്റ്റ് പേപ്പർ നമ്മൾ ഈ ചാപ്റ്റർ ഇടുന്നുണ്ട്. മേ ബി ഇനി ആരെങ്കിലും ഈ ഒരു ക്ലാസ്സിലും കയറാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവരെയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. ഗ്രൂപ്പ് അഡ്മിൻ ആരാണ്? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ടെസ്റ്റ് പേപ്പർ ഇടാം. നല്ല രീതിയിലൊക്കെ പഠിക്കണം കേട്ടോ. ഇനി മാർക്ക് കുറഞ്ഞു പോയി അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ സ്വയം എന്തോളം പഠിക്കുന്നുണ്ടെന്ന് മാത്രം നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ നിങ്ങൾ തന്നെ സ്വയം പഠിച്ച് പുറപ്പെടുത്തൂലേ അല്ലെ? അതല്ലേ നല്ലത്. അല്ലെങ്കിൽ എല്ലാം കൂടി ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. എല്ലാ ചാപ്റ്ററും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാകും. അതിന് പിന്നെ നമുക്ക് റിവിഷൻ പോലെയൊക്കെ പറ്റുന്ന പോലെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ പോലെയൊക്കെ നടത്താം. ഓക്കെ, ഇപ്പൊ മൺഡേത്തെ കാര്യം മറക്കരുത് ആരും. നല്ല രീതിയിലൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് ഇംഗ്ലീഷിൽ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് തുടങ്ങി വെച്ചോട്ടെ. ഓക്കെ മാം. നിങ്ങൾക്ക് തുടക്കം തന്നെ എളുപ്പമുള്ള ചാപ്റ്റർ ഒക്കെയാണ് പരമാവധി ടീച്ചർ എടുത്ത് പോകാൻ ശ്രമിക്കുന്നത്. എളുപ്പമുള്ളത് മാത്രമല്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരും. കുഴപ്പമൊന്നുമില്ല, നമ്മൾ എളുപ്പത്തിൽ പഠിച്ച് നിങ്ങൾക്ക് കിട്ടിക്കോളൂ കേട്ടോ. ടെൻഷനൊന്നും ആർക്കും വേണ്ട. നമുക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് ചാപ്റ്റർ 10 അല്ലെ. നോക്കാം, ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റലിലെ വാർഡുകളെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. നിങ്ങൾ ചാപ്റ്ററിന്റെ ഒരു ഓർഡർ അനുസരിച്ചൊന്നല്ല പോണത്. നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പേരുകൾ നോക്കി വെക്കാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എല്ലാ ടീച്ചേഴ്സിന്റെ നോട്ട്ബുക്സ് എടുക്കാറുണ്ടോ? ഓരോ നോട്ട്ബുക്കിലും ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ഫ്രണ്ട് പേജിലൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോ ടീച്ചേഴ്സ് എടുക്കുന്നത് ഒന്ന് ഡേറ്റ് ഇട്ട് എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഒരു അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകരുതല്ലോ. ഏതൊക്കെ ടീച്ചറാണ് ഏതൊക്കെ ചാപ്റ്റർ ആണെന്നൊക്കെ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഓക്കെ, തുടങ്ങാം ചാപ്റ്റർ. നോക്കാം, ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റലിലെ വാർഡ് നമുക്കറിയാം. നമ്മൾ ആദ്യമേ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു റിസപ്ഷൻ ഉണ്ട്,
അല്ലെങ്കിൽ ലാബ് ഉണ്ട്, അല്ലെങ്കിൽ വാർഡുകളുണ്ട്, അങ്ങനെ കുറെ സെക്ഷൻസ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സെക്ഷൻ ആണ് ഹോസ്പിറ്റൽ വാർഡ്. എന്താണ് നിങ്ങൾ വാർഡ് കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റല്? അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒക്കെ വാർഡിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ കൂട്ടത്തില്? ഉണ്ട് മാം. ഓക്കെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ വാർഡ് എന്ന് പറയുമ്പോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു വാർഡ് എന്ന് പറഞ്ഞാല്? ഒരുപാട് കുറെ ബെഡ് ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ പ്രത്യേകത? അവിടെ രോഗങ്ങള് നഴ്സസും കാര്യങ്ങളൊക്കെ പല വരും. അസുഖങ്ങൾക്കുള്ള രോഗികളായിരിക്കും. പല അസുഖങ്ങളുള്ള രോഗികളൊക്കെ ഉണ്ടാകും. ചിലവര് ഷോർട്ട് ടേം ആയിരിക്കും, ചിലവര് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ലോങ് ടേം. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരു വാർഡിലായിരിക്കും കിടക്കുന്നത്? അല്ല, കുട്ടികൾക്ക് വേറെ തന്നെ വാർഡുണ്ടാവും. സെപ്പറേറ്റ് ആയിട്ട് വാർഡുകളൊക്കെ ഉണ്ടാവും അല്ലെ? സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ, സ്ത്രീകൾക്ക് മെയിൽ വാർഡും ഫീമെയിൽ വാർഡും അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണ് നമ്മളത് വീണ്ടും പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഡെഫിനിഷൻ, ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ പറയുന്നുണ്ട്. A ward is a room in a hospital where beds are arranged for many people, often people who needed similar treatment. Stay can be long term or short term, depending upon the severity of condition. എന്താണ് അവിടെ പറഞ്ഞത്? നിങ്ങളിപ്പോ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അല്ലെ? ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്. എ വാർഡ് ഇസ് ദ റൂം ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ? ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്. അവിടെ എന്തൊക്കെയുണ്ട്? ബെഡ്സ് ആർ അറേഞ്ച്ഡ്. നിങ്ങൾ പറഞ്ഞില്ലേ ഒത്തിരി പേഷ്യൻസ് ഉണ്ടാവുമെന്ന്. അപ്പൊ ഒത്തിരി പേഷ്യൻസിന് കിടക്കാനായിട്ട് കുറെ ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടില്ലേ വാർഡില്? അപ്പൊ ഒത്തിരി ബെഡ്സുകള് വാർഡില് മെനി പീപ്പിൾസിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നു. often people who needed similar treatment. അതിൽ ഏകദേശം ഒരേ അസുഖങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും അഡ്മിറ്റഡ് ആയിരിക്കുക. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം. എല്ലാവരും ഒരേപോലെ അഡ്മിറ്റ് ആയി ഒരേപോലെയാണോ ഡിസ്ചാർജ് ആകുന്നത്? ആണോ? ചില പേഷ്യൻസ് ചിലപ്പോ 10 ദിവസമൊക്കെ കിടക്കും, ചിലവരൊരു 5 ദിവസത്തേക്ക് ഡിസ്ചാർജ് ആയി പോവാറുണ്ട് അല്ലെ? ചിലവര് നേരത്തെ പോകും, ഒരേ ടൈമിലല്ല പോകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം. ചിലവര് ലോങ് ടേമിൽ അഡ്മിറ്റഡ് ആകും, ചിലവർ ഷോർട്ട് ടേമിൽ അഡ്മിറ്റഡ് ആകും. എന്തിനപേക്ഷിച്ച്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെവറിറ്റി ഓഫ് കണ്ടീഷൻ. സെവറിറ്റി കണ്ടീഷൻ മീൻസ് ആ രോഗിയുടെ രോഗാവസ്ഥ അല്ലെ? രോഗാവസ്ഥയിലെ കണ്ടീഷൻ. രോഗാവസ്ഥയിൽ എങ്ങനെയാണോ ആള് റിക്കവറി ആയോ, അല്ലെങ്കിൽ വേറെ 3 ദിവസം ഇഞ്ചക്ഷൻ ചെയ്തിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഡോക്ടർ പറയും നമുക്ക് 2 ദിവസം കൂടി കിടത്താം അല്ലെ, 2 ദിവസം കൂടി നോക്കാം, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ? അപ്പൊ ആ ഒരു രോഗിയെ സംബന്ധിച്ച് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ആള് ലോങ് ടേം കിടക്കണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം കിടക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഒരു വാർഡ് എന്താണെന്ന് പറയുന്നത്? ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കി, എല്ലാവരും ഒന്ന് സ്വയം വായിക്കാം കേട്ടോ. എ വാർഡ്, എന്താണ് ഒരു വാർഡ് എന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, വായിച്ചില്ലേ ഡെഫിനിഷൻ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഒരാളൊന്ന് ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be long term or short term depending upon the severity of condition. ഓക്കെ, മീനിങ് ഒന്ന് പറയാമോ? പ്രിൻസി പറഞ്ഞോളൂ, വായിച്ച ആളൊക്കെ മീനിങ് പറഞ്ഞേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. വാർഡില് ഒരു റൂം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ വാർഡ്. ഒരു റൂമാണ് വാർഡ്. ഓക്കെ, അവിടെ മെനി പീപ്പിൾസും അതിന്റെ അറേഞ്ച്മെന്റ് ആയിട്ടുള്ള ബെഡ്സുകളും ആ വാർഡിൽ ഉണ്ടായിരിക്കും. പിന്നെ ഒരേ തരത്തിലുള്ള രോഗാവസ്ഥയിലുള്ളവരും ഉണ്ട്, ഉള്ളവരുണ്ട്, പലതരത്തിലുള്ള ഇതുമുണ്ട്. പിന്നെ ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം, അതായത് ലോങ് ടൈം ആയിട്ട് അവിടെ
ചില പേഷ്യൻസ് കുറെ ദിവസം ലോങ് ടൈമിൽ അഡ്മിറ്റഡ് ആവും, ചില പേഷ്യൻസ് ഷോർട്ട് ടൈമിൽ കുറച്ച് ദിവസം അഡ്മിറ്റഡ് ആവും. ഇതിനെ അപേക്ഷിച്ച് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് രോഗാവസ്ഥയുടെ ആ ഒരു രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് അങ്ങനെ ഒരു അഡ്മിറ്റഡ് എത്രത്തോളം ലോങ് ആണോ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The purpose of any hospital ward. ഇങ്ങനെ ഹോസ്പിറ്റൽ വാർഡിന്റെ ഉദ്ദേശം എന്താണെന്ന്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലെ വാർഡ് സജ്ജീകരിച്ചിരിക്കുന്നത്, ഉദ്ദേശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കാം. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ടീച്ചിങ്, റിസർച്ച്, render professional nursing and medical care to patient, provide necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. Okay, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഡയഗ്നോസിസ്? എന്താണ് ഡയഗ്നോസിസ്? രോഗനിർണയം. അതിനുള്ള ട്രീറ്റ്മെന്റ്സും അല്ലെ. അതായത് നമ്മൾ ഒരു വാർഡിൽ അഡ്മിറ്റഡ് ആയിട്ട് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ തുടർ ചികിത്സയാണ് അവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ രോഗം നിർണ്ണയിക്കുക. പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുക. മീൻസ് നല്ലൊരു ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആളെ റിക്കവറി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ്. ടീച്ചിങ്, പഠിപ്പിക്കൽ. ഇവിടെ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു ഡോക്ടർ ആ ഒരു നഴ്സസും കാര്യങ്ങളൊക്കെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആളെ ഒന്ന് എന്താ പറയാ ഒരു ടീച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ ജസ്റ്റ് അവർ വിട്ടാവും പറഞ്ഞുള്ളൂ കേട്ടോ. കാരണം അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് കാര്യങ്ങളും കൊടുക്കുക, അയാൾക്ക് നല്ലൊരു കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളൊരു മീനിങ്. ദെൻ റിസർച്ച്. റിസർച്ച് മീൻസ് എന്താണ്? ഗവേഷണം അല്ലെ. ഗവേഷണം ഇവിടെ എന്തിന്റെ ഗവേഷണം ആയിരിക്കും? ആ രോഗത്തെ കുറിച്ചുള്ള ഗവേഷണം നടത്തുക. ഗവേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുക, കാരണം കണ്ടെത്താൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്യും. പിന്നെ നമ്മൾ ഈ പലർന്ന ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കും. അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിന്റെ ഒരു റിസർച്ച് നടത്തുക. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യന്റ്. പേഷ്യൻസിന് എന്ത് വേണം? രോഗികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗും അല്ലെങ്കിൽ റെൻഡർ പ്രൊഫഷണൽ മീൻസ് ഒരു എന്താ പറയാ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രോഗിക്ക് ഒരു പ്രൊഫഷണൽ നഴ്സിംഗും വൈദ്യ പരിചരണവും ഡോക്ടറിന്റെ ഒരു നല്ലൊരു സേവനവും നൽകുക. ലാസ്റ്റ് പോയിന്റ് നോക്കാം. Provide necessary equipments, essential drugs and all other stores requirement for patient care in an organized manner. നോക്കാം. പ്രൊവൈഡ് ചെയ്യുക നെസസറി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്. അവിടെ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാറില്ലേ വാർഡില്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും വാർഡില്? ബെഡും ആളും മാത്രമുള്ളൂ? അവിടെ എന്തൊക്കെ ഉണ്ട് വാർഡില്? കുറെ സാധനങ്ങളൊക്കെ കാണാറില്ലേ? മെഷീൻ ഉണ്ടാവും. ട്രിപ്പ് എടുക്കും. ഡ്രിപ്പ് എടുക്കുന്ന മെഷീൻ ഉണ്ടാവും. ഓക്സിജൻ ഓക്സിജൻ സിലിണ്ടറും ഇതൊക്കെ ഉണ്ടാവും. സ്വിച്ച് ബോർഡിൽ ഓക്സിജന്റെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ആവി പിടിക്കുന്ന സാധനം. നെബുലൈസർ. ആ ഒരു മെഷീൻസ് ഉണ്ടാകും അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് എക്യുപ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നെസസറി ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. എസെൻഷ്യൽ ഡ്രഗ്സ് എന്ന് വെച്ചാൽ മെഡിസിൻസ്, അത്യാവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലെ. ദെൻ ഓൾ അതർ സ്റ്റോർസ് റിക്വയർമെന്റ്, സ്റ്റോറിലെ ബാക്കി റിക്വയർമെന്റ്സ് കാര്യങ്ങൾ ഇതുപോലുള്ള എക്യുപ്മെന്റ്സും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ വീൽ ചെയർ, സ്ട്രക്ചർ അതുപോലത്തെ സംഭവങ്ങളൊക്കെ. റിക്വയർമെന്റ് ഫോർ പേഷ്യന്റ് കെയർ, പേഷ്യൻസിന്റെ കെയർ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് സംഘടിതമായിട്ട് നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള മരുന്നുകളായിക്കോട്ടെ എക്യുപ്മെന്റ്സും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ തന്നെ ഓരോരുത്തരായിട്ട് പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു, നിങ്ങൾ കാണുന്നു എന്നൊക്കെ. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? ഒരാളൊന്ന് വായിച്ച പോയിന്റ്സ്. Purpose. The purpose of any hospital ward. വായിച്ചോളൂ. The purpose of ward. First one, diagnosis and treatment. Next, promoting health. Third one, teaching. Fourth, research. Fifth, render professional nursing and medical care to patient. Sixth, provide necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് എന്താണ് രോഗിയുടെ രോഗം എന്ന് കണ്ടെത്തുക.
രണ്ടാമത്തെ പ്രൊമോട്ടിംഗ് ഹെൽത്ത്, നല്ല രോഗി പരിചരണം കൊടുക്കുക. മൂന്ന് ടീച്ചിങ് എന്ന് പറഞ്ഞാലും രോഗിയെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുക, അതിനുള്ള മെഡിസിൻ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് റിസർച്ച് എന്ന് പറഞ്ഞാല് ആ രോഗിയുടെ രോഗം എന്താണെന്നും അത് എങ്ങനെയാണ് ഉണ്ടായതെന്നും അല്ലെങ്കിൽ അത് പടരുന്ന രോഗമാണെങ്കിൽ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക. നെക്സ്റ്റ് ഉള്ളത് പേഷ്യന്റിന് പ്രോപ്പർ ആയിട്ടുള്ള വൈദ്യപരിചരണം നൽകുക. സിക്സ്ത് അവിടെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നല്ല രീതിയിലാണെന്ന് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ മരുന്നും മറ്റു പേഷ്യന്റ് കെയറും നല്ല രീതിയിൽ തന്നെ കൊടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പൊ നമുക്ക് പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദെൻ ചെറിയ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ് കേട്ടോ. നോക്കാം. കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ്. ഒരു വാർഡിന്റെ ഉള്ളിലെ സ്പേസുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. നോക്കാം. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ് അല്ലെ. പേഷ്യന്റിന്റെ സ്പേസ് ഉണ്ട്, അതായത് ബെഡുകളും കാര്യങ്ങളും പേഷ്യൻസ് ഒക്കെ കിടക്കുന്ന ആ ഒരു സ്പേസ്. ദെൻ നഴ്സിംഗ് സ്പേസ്. നിങ്ങൾ വാർഡിനുള്ളിൽ ഈ നഴ്സുമാർ ഇരിക്കുന്ന ഒരു സ്പേസ് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പനി ചെക്ക് ചെയ്യുകയും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയും വെയിറ്റും ഒക്കെ നോക്കുന്നത് നഴ്സിംഗ് റൂമിലാണ്. അതായത് നമ്മുടെ വാർഡിനോട് ചേർന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അറ്റത്തായിട്ടൊക്കെ ഒരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ചെറുതായിട്ട് അല്ലെ. ചിലപ്പോൾ റൂം ആയിരിക്കില്ല എങ്കിലും ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു ചെറിയൊരു സ്ക്വയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അവിടെയാണ് അല്ലെ. ഒരു ടേബിൾ മാത്രമേ കണ്ടുള്ളൂ. ചിലപ്പോ നമ്മളുടെ ഓരോ ഹോസ്പിറ്റലിന് അനുസരിച്ചിരിക്കും. പക്ഷെ അവിടെ നഴ്സസ് ഉണ്ടാവും, കുറെ ഫയലുകളും കാര്യങ്ങളും ഉണ്ടാവും, നമ്മളുടെ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്പേസ് ഇല്ലേ, അതാണ് ഈ നഴ്സിംഗ് സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ കോറിഡോർസ്. കോറിഡോർസ് മീൻസ് എന്താണ്? ഇടനാഴി. നടക്കിയപ്പോൾ ഒരു സ്പേസ് ഉണ്ടാവില്ലേ, ഒരു വഴിയൊക്കെ ഉണ്ടാവില്ലേ. ഒരു വാർഡിനെ സംബന്ധിച്ച് ഇപ്പോ നടക്കിയപ്പോൾ ഒരു സ്പേസ് ഉണ്ടാവും, പേഷ്യൻസിന് രോഗികൾക്കും അല്ലെങ്കിൽ വിസിറ്റേഴ്സിനൊക്കെ നടന്നു വരാനുള്ള ചെറിയൊരു കോറിഡോർസ്, ഇടനാഴി എന്നൊക്കെ പറയും അല്ലെ, ആ ഒരു സ്പേസ്. അപ്പൊ പ്രധാനമായിട്ടും 3 സ്പേസസ് ആണ് ഒരു വാർഡിനുള്ളിലുള്ളത്. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ്. നിങ്ങൾ എളുപ്പം പഠിക്കാനായിട്ട് ഒരു കോഡ് പോലെ വെച്ച് പഠിക്കാം. PNC, പേഷ്യന്റ് സ്പേസ്, വാർഡ് സ്പേസിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങള് PNC ഒരു കോഡ് ഇട്ട് പഠിക്കാം കേട്ടോ. PNC. P എന്താണ്? പേഷ്യന്റ് സ്പേസ്. N നഴ്സിംഗ് സ്പേസ്. C കോറിഡോർസ്. കണക്കെ കൂടി. കാരണം നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ നമ്മൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം. ചിലപ്പോൾ ഐഡന്റിഫൈഡ് സ്പേസസ് ചോദിക്കാം. അപ്പൊ ചിലപ്പോ കൂട്ടത്തില് ഈ 3 പെടാത്തതൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പൊ ഏതാണെന്ന് നമുക്ക് 3 പ്രോപ്പറായിട്ട് പഠിച്ചാലല്ലേ ഇതിനകത്ത് അല്ലാത്തതിന് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. സോ PNC എന്നൊരു കോഡ് ഇട്ട് അങ്ങോട്ട് പഠിക്കാം കേട്ടോ. PNC. അപ്പൊ ഇനി ഒരിക്കലും മറന്നു പോകില്ല. PNC ഒന്ന് ഓർത്താൽ മതി. P പേഷ്യന്റ് ആണെന്ന് നമുക്കറിയാം. N വരുന്നത് നഴ്സിംഗ് ആണെന്ന് അറിയാം. C നടുക്കിൽ കൂടി ഒരു കോറിഡോർ ഉണ്ട്. അത്ര ഒന്ന് ആലോചിക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ തന്നെ പഠിച്ചില്ലേ 3 PNC? പഠിച്ചോ? ഓക്കെ. പേഷ്യന്റ്, നഴ്സ്, കോറിഡോർസ്. ഓക്കെ. PNC. PNC ഓർക്കാം കേട്ടോ. PNC ഓർക്കാൻ പറഞ്ഞതേ ചിലപ്പോ നമ്മള് കാണാപ്പാടം പഠിക്കുമ്പോ പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് പഠിക്കും. മൂന്നാമത്തെ സംഭവം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത് ഏതാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും അല്ലെ. സോ PNC പഠിക്കുമ്പോ C മറ്റേ കോറിഡോർസ് ആണ്, നടക്കുന്ന വഴിയാണെന്ന് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എളുപ്പത്തിൽ ഞാൻ PNC എന്ന് പറഞ്ഞു തന്നത്. ഇനി ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ PNC ഒന്ന് സൈഡിൽ ഒന്ന് PNC ഒന്ന് എഴുതിയിടാം കേട്ടോ. PNC ഒന്ന് എഴുതിയിടാം പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പൊ വാർഡിലെ സ്പേസസ് ആണ് നമ്മൾ പറഞ്ഞത്. പേഷ്യന്റ്, നഴ്സിംഗ്, കോറിഡോർസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ടൈപ്സ് ഓഫ് വാർഡ്. നമ്മൾ പറഞ്ഞില്ലേ എല്ലാവരും കൂടി ഒരു വാർഡിലായിരിക്കും കിടക്കുന്നത്. കുട്ടികളും അല്ലെങ്കിൽ ഭയങ്കര കഠിനമായിട്ടുള്ള അസുഖമുള്ളവരും അങ്ങനെ എല്ലാവരും കൂടി ഒരു സ്ഥലത്തായിരിക്കില്ല അല്ലെ. അതാണ് ടൈപ്സ് ഓഫ് വാർഡിൽ പറയാൻ പോകുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് 2 ടൈപ്പ് വാർഡുകളാണ് ഉള്ളത്. ഒന്ന് ജനറൽ വാർഡ്, സെക്കൻഡ് വൺ സ്പെഷ്യലൈസ്ഡ് വാർഡ്. ജനറൽ വാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പൊ പനി, ചുമ, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾക്കൊക്കെയാണ് ഈ ജനറൽ വാർഡ് എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് വാർഡ്. സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏതെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുള്ള അസുഖങ്ങളായിരിക്കും അല്ലെ, സ്പെഷ്യൽ ആയിട്ടുള്ള കേസസുകളായിരിക്കും അങ്ങനെയുള്ള വാർഡുകളിൽ വരുന്നത്.
ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകൾ വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ജനറലും സ്പെഷ്യലൈസ്ഡും. ജനറൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നത്, സ്പെഷ്യലൈസ്ഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്, ഓങ്കോളജി, മെഡിസിൻ സർജറി, നെഫ്രോളജി, ഡയാലിസിസ്, കാർഡിയോളജി, CTVS, ന്യൂറോളജി, മെഡിസിൻ സർജറി, ഒപ്താൽമോളജി. ഇതൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ ഈ ടേബിളിലൊക്കെ? അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് വാർഡുകളാണത്. എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഉള്ള വാർഡുകൾ അവൈലബിൾ ആവണമെന്നില്ല അല്ലെ? നിങ്ങൾ പോയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള സ്പെഷ്യൽ വാർഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഉണ്ടാവില്ല. അതിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ആയിരിക്കില്ലേ അതിന്റെ വാർഡുകൾ ഉള്ളത് അല്ലേ? കൂടുതലും അങ്ങനെയല്ലേ? ആണോ? നോക്കാം. ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡ്, അവിടെ ആരായിരിക്കും ഗൈനക് വാർഡില്? വാർഡാണത്. സോ ഈ ഗൈനക്കിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് അങ്ങനെയുള്ള പേഷ്യൻസ് വരാം. ദെൻ മെറ്റേണിറ്റി വാർഡ് അല്ലെ? ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അവർ മാത്രമായിരിക്കും ആ ഒരു വാർഡിൽ, വേറെ ആരും ആ വാർഡിൽ ഉണ്ടാവില്ല. സെയിം ആ ഒരു മെറ്റേണിറ്റി ടൈമിലോ അല്ലെങ്കിൽ ഗൈനക്കിന്റെ പരമായിട്ടുള്ള എന്തെങ്കിലും സർജറീസും കാര്യങ്ങളും കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതലുമായിട്ട് ഗൈനക് വാർഡിൽ ഉണ്ടായിരിക്കുക. ദെൻ ഓങ്കോളജി, ഇവിടെ മെഡിസിനും ഉണ്ടാവും അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടാവും. ഓങ്കോളജി എന്താണ്? ഓങ്കോളജി എന്ന് പറഞ്ഞാല് ക്യാൻസർ. ഇനി ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഇത് തുടങ്ങി അറിഞ്ഞിരിക്കണം. ഓങ്കോളജി ക്യാൻസർ പേഷ്യന്റിന്റെ ആണ് കേട്ടോ. നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, പറയാൻ പറ്റില്ല, നമുക്ക് ഗ്യാപ്പുള്ള ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തുടങ്ങിയിട്ടാകുമ്പോൾ ഒരിക്കലും മറക്കരുത്. ഓങ്കോളജി ക്യാൻസർ പേഷ്യൻസിന്റെ ഒരു വാർഡാണ്. അവിടെ മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവാം. ചിലപ്പോൾ ചില സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? സർജറി കഴിഞ്ഞ പേഷ്യൻസും ഉണ്ടാകും. വേറെ ഒരു അസുഖമുള്ള പേഷ്യൻസ് ഒന്നും ആ ഒരു വാർഡിൽ ഉണ്ടാവാറില്ല. സോ അതാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ദെൻ നെഫ്രോളജി. നെഫ്രോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ കിഡ്നി റിലേറ്റഡ്, കിഡ്നി സംബന്ധമായിട്ടുള്ള വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ. ഡയാലിസിസ് പേഷ്യന്റ് ഒക്കെ ഉണ്ടാവാറില്ലേ? ഡയാലിസിസ് കേട്ടിട്ടുണ്ടോ? ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ടാവാം. ഇനി CTVS നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CTVS എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? CTVS കാർഡിയോതൊറാക്സിക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്. കാർഡിയോവാസ്കുലർ ഹൃദയ സംബന്ധമായിട്ടും അങ്ങനെ വരുന്ന സർജറീസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ന്യൂറോളജി. ന്യൂറോളജി എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് ന്യൂറോളജി? ഞരമ്പിന്റെയോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ബ്ലഡ് ഒക്കെ ഉണ്ടാവുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരാം. അല്ലെങ്കിൽ ഗട്ടലിന്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂറോളജി വരുന്നത്. അവിടെയും മെഡിസിൻ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും, സർജറി കഴിഞ്ഞുള്ള പേഷ്യൻസ് ഉണ്ടാവും. ആ വാർഡിൽ അത്തരത്തിലുള്ള രോഗികൾ മാത്രം ഉണ്ടാവുകയുള്ളൂ. ഒപ്താൽമോളജി. എന്താണ് ഒപ്താൽമോളജി? കണ്ണിന്റെ അല്ലെ? കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞവരൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള കണ്ണിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും ഒപ്താൽമോളജി വാർഡിനുള്ളത്. വേറെ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒപ്താൽമോളജി വാർഡ് എന്ന് പറയുന്നത്. വേറെ പേഷ്യൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ വാർഡുകൾ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്, ഡെലിവറി കഴിഞ്ഞവരും അല്ലെങ്കിൽ ഗൈനകപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന പേഷ്യൻസ് ആണ് അവിടെ വരിക. ദെൻ ഓങ്കോളജി. ഓങ്കോളജിയിൽ നമ്മൾ പറഞ്ഞു ക്യാൻസർ പേഷ്യൻസ്, സർജറി കഴിഞ്ഞവരുണ്ടാകാം. ദെൻ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാകാം. ദെൻ നെഫ്രോളജി, കിഡ്നി, വൃക്ക, ഡയാലിസിസ് പേഷ്യൻസ് ഒക്കെ വരുന്നത്. ദെൻ ന്യൂറോളജി, കട്ടലിന്റെയോ അല്ലെങ്കിൽ നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും സർജറി കഴിഞ്ഞ പേഷ്യൻസ് വരാം. ദെൻ ഒപ്താൽമോളജി. ഒപ്താൽമോളജി എന്ന് പറയുന്നത് കണ്ണിന്റെ അല്ലെ? നമുക്ക് നേത്ര വിഭാഗത്തിനാണ്. ഇപ്പൊ എന്തെങ്കിലും സർജറി കഴിഞ്ഞവരോ അല്ലെങ്കിൽ കണ്ണിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരെ അഡ്മിറ്റഡ് ആക്കുന്ന ആ ഒരു ഏരിയയാണ് ഒപ്താൽമോളജി വാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് വാർഡ് ഓക്കെ ആയോ? കുഴപ്പമില്ലല്ലോ? എളുപ്പമല്ലേ? Yes, ma'am.
നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയും തുടങ്ങുന്നുള്ളൂ, നമുക്കിനി അധികം ടൈം ഇല്ലല്ലോ, എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. സോ ഒന്നുകൂടി ഫസ്റ്റ് തുടങ്ങിയത് ഈ ഒരു ചാപ്റ്റർ നോക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് നോക്കി ഹോസ്പിറ്റൽ വാർഡ്. എന്താണ് ഒരു വാർഡ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ഒരു റൂമാണ് അല്ലെ. അവിടെ നമ്മൾ ധാരാളം ബെഡ്സുകൾ കുറെ പീപ്പിൾസിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കാം ആ പേഷ്യൻസിന് കൊടുക്കുന്നത്. ലോങ് ടേമിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവാം, ഷോർട്ട് ടേമിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവാം. അത് അവരുടെ രോഗത്തിന്റെ അവസ്ഥയെ അനുസരിച്ച് കൊണ്ടാണ് ആ പേഷ്യന്റിനെ ലോങ് ടേമോ അല്ലെങ്കിൽ ഷോർട്ട് ടേമോ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പർപ്പസുകൾ പറഞ്ഞായിരുന്നു അല്ലെ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡയഗ്നോസിസ് അല്ലെ, നമ്മൾ രോഗം നിർണ്ണയിക്കാനും അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ദെൻ അവരുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ അവരുടെ ഒരു അസുഖത്തിന് ടീച്ചിങ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യണം. ദെൻ നമ്മൾ പറഞ്ഞു മെഡിക്കൽ കെയർ പേഷ്യൻസിന് കൊടുക്കുക. ദെൻ എക്യുപ്മെന്റ്സുകൾ അല്ലെ, നമുക്ക് അവിടെയുള്ള അത്യാവശ്യമുള്ള ഉപകരണങ്ങളും മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു വാർഡിനുള്ളിലെ സ്പേസസ് എന്തൊക്കെയാണെന്നോ. ഏതായിരുന്നു കോഡ് നമ്മൾ പറഞ്ഞത്? സ്പേസസ് ഓർമ്മയുണ്ടാവും. നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് വാർഡുകളാണ്. 2 ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ട്. ജനറൽ വാർഡ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ് ഉണ്ട് അല്ലെ. ജനറൽ വാർഡിൽ നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെയാണ്. ദെൻ സ്പെഷ്യലൈസ്ഡ് വാർഡിൽ നമ്മൾ പറഞ്ഞു ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, യൂറോളജി ആൻഡ് ഒപ്താൽമോളജി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് വരുന്ന വാർഡുകളിൽ പറയുന്നത്. ഓക്കെ അല്ലോ? ഇത്രയും നമ്മുടെ ക്ലാസ് വൈകിട്ട് ചെയ്യാൻ ടൈമായി. കുഴപ്പമില്ലല്ലോ? ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ബോറായിട്ട് തോന്നിയോ? ഒരാളുടെ നമ്മള് ഇനി മൺഡേ വരുമ്പോ ടെസ്റ്റ് പേപ്പർ ഇടും. ഇതൊരു കുറച്ച് ഭാഗം കൂടി ഈ ഒരു പുതിയ ചാപ്റ്ററിനെ എടുത്തിട്ട് ശേഷം ഒരു ലാസ്റ്റ് ഒരു 15 മിനിറ്റ് എടുക്കും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലെ ഡേ ടു ഡേ പ്രൊസീജിയറിന് ശേഷം നോട്ട്സ് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എവിടെ കിട്ടിയായിരുന്നു? ഇല്ല, മോക്ക് ടെസ്റ്റ് ഉണ്ടായിട്ടില്ല. അല്ല മാഡം, ഡേ ടു ഡേ പ്രൊസീജിയർ കാസർഗോഡ് നോട്ട്സ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നോട്ട്സ് മീൻസ് മോക്ക് ടെസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല മാഡം, ലെക്ചർ നോട്ട് ചുരുക്കി ഞങ്ങൾക്ക് തരത്തില്ലേ? ലെക്ചർ നോട്ട് നിങ്ങൾക്ക് നമുക്ക് സെപ്പറേറ്റ് നോട്ട്സ് കൊടുക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ മാഡം, ICU അഡ്മിഷൻ ക്രൈറ്റീരിയ വരെ തന്നിട്ടുള്ളൂ, അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടാണോ എന്ന് പറയണോ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിട്ടില്ല. ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആകെ ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രമേ കിട്ടുള്ളൂ. മാം ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം മോക്ക് ടെസ്റ്റിന്റെ. ഓക്കെ, അപ്പോ മൺഡേ വരുമ്പോൾ എല്ലാവരും എക്സാമിന് തയ്യാറായിട്ട് വരിക കേട്ടോ. ഓക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. ഇനി ക്ലാസ്സിൽ കയറാത്ത ആരെങ്കിലും. എക്സാം എത്ര മാർക്കിലായിരിക്കും മൺഡേയിൽ? യെസ് മാം. താങ്ക് യു ഓൾ. Thank you, ma'am. 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 ഹലോ, ഈ കോറിഡോർസ് ഒന്ന് പറഞ്ഞു. 2 സമയം നെറ്റ് കട്ടായിരുന്നു. ഇടവഴി. നടവഴിയാണോ? ഓക്കെ, ശരി, താങ്ക് യു. ഈ വാർത്ത എന്താണെന്ന് ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞുതരോ? ഡെഫിനിഷൻ എന്താണെന്നാണോ വാർഡിന്റെ?
വാർഡ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്. അവിടെ ഒരുപാട് രോഗികൾ ഉണ്ടാകും. വ്യത്യസ്ത രോഗത്താലുള്ള ഒരുപാട് രോഗികൾ ഉണ്ടാകും. അവരുടെ രോഗാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നിശ്ചയിക്കാം. അങ്ങനെ നിശ്ചയിക്കുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഒരു റൂമാണ് വാർഡ്. അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? മനസ്സിലായി. ഓക്കെ. ഇനി നമുക്ക് ആരാന്നാവൂലേ? അറിയില്ല. ഞാൻ ഐഡിയ ടൈം ടേബിൾ കിട്ടുകയാണെങ്കിൽ അതിൽ നോക്കിയിരുന്നു. നമുക്ക് മൺഡേ ടെസ്റ്റ് പേപ്പറിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള എന്താ പറയാ 39 ചാപ്റ്ററിലെ എക്സാം ഉള്ള ചാപ്റ്ററിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമല്ലേ ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും. അതും അതെ ICU സെക്രട്ടറി ആൻഡ് ജൂനിയർ ഒക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ? പോയിന്റ് ബൈ പോയിന്റ് ആയി എഴുതിയത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ 13ാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് ഒന്നും ഇതായിട്ടല്ല, ക്ലാസ് കയറിയിട്ടല്ല. അതിലൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എന്താണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഇല്ലേ, അത് ICU എസെൻഷ്യൽ ആണ് എന്നുള്ളത് അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ശരണ്യ മാമിന്റെ ക്ലാസ് അല്ലേ? അല്ല, നോട്ട് വില്ലേജ് വേസ്റ്റ്. വില്ലേജ് വേസ്റ്റ് ആണ്. അത് ശരണ്യ മാമിന്റെ. നിർമ്മല മാം നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ക്ലാസ് റൂമില്? നിർമ്മല മാം ക്ലാസ് റൂമിൽ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നോ ഇംഗ്ലീഷിന്റെ? ഇന്നലത്തെ ക്ലാസ്സിന്റെ ആണോ ഇട്ടത്? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നലത്തെ ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. ഇന്നലെയല്ലോ മെന്നാന്നല്ലേ എടുത്തിട്ടുണ്ടായേ? ഞാനും കണ്ടിട്ടില്ല മാം എടുത്തിട്ടുണ്ടായി. അതിന്റെ നോട്ട്സ് ആരെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്തായിരുന്നു. നിർമ്മല മാമിന്റെ ക്ലാസ് പ്രൊണൗൺസിൻ്റെത് അവിടെ PDF ആയിട്ട് ഇട്ടിട്ടുണ്ട് ക്ലാസ് റൂമിൽ. ക്ലാസ് റൂം കയറി ചെക്ക് ചെയ്താൽ കിട്ടും. പ്രൊണൗൺസിന്റെ മുഴുവനായിട്ടുണ്ട്. അൺകൗണ്ടബിൾ നൗൺസ് വരെ റെക്കോർഡ് മാത്രമല്ല, ടീച്ചർ എടുക്കുന്ന കറക്റ്റ് ക്ലാസിന്റെ എക്സാമ്പിളും
അതുപോലെ തന്നെ ടീച്ചർ എന്തൊക്കെ എടുത്തു എന്നുള്ളത് നോട്ട്സ് PDF ആയിട്ട് തന്നെ നമ്മളുടെ ക്ലാസ് റൂമിൽ കിടക്കുന്നുണ്ട് കേട്ടോ, 2 ക്ലാസ്സിന്റെയും. അതന്നെ. അതായത് മിനിഞ്ഞാന്നത്തെ ക്ലാസ് പ്രൊണൗൺസിന്റെ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്, എക്സാമ്പിൾ അടക്കം. നിർമ്മല മാം 2 ക്ലാസ് ആകെ എടുത്തിട്ടുള്ളൂ, ഒന്ന് ഞാൻ കണ്ടിട്ടില്ല. നോട്ട് 3 ക്ലാസ് ആയിരിക്കും. 3 ക്ലാസ് അല്ലേ? ആ കൗണ്ടബിൾ നൗണ്ട് അവിടുന്ന് വേറൊരു ക്ലാസ് ആയിരുന്നല്ലോ അല്ലേ? അതെ. ഓക്കെടാ. ഏതിലാന്ന് നിർമ്മല മാം നോട്ട്സ് ഇട്ടത്? ക്ലാസ് റൂം അല്ലേ? ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം മോക്ക് ടെസ്റ്റ് അതില് ചെയ്യുന്ന റെക്കോർഡ് ആപ്ലിക്കേഷൻ ഇല്ലേ? നിർമ്മല മാമിന്റെ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടാവില്ലേ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 കാണാൻ പറ്റും, ഒന്ന് റെക്കോർഡഡ് ക്ലാസ്സും ഒന്ന് PDF. രണ്ടും ഒരുമിച്ചായിരിക്കും അല്ലേ? അതെ. PDF ഉണ്ടല്ലോ പ്രൊണൗണിന്റെ. അതിൽ എക്സസൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ. പ്രൊണൗണിന്റെ ചെയ്തായിരുന്നു? ഫുൾ ഉണ്ട് നിർമ്മല മാമിന്റെ. എക്സസൈസ് ചെയ്തായിരുന്നോ? നോക്കിയായിരുന്നോ? ആർക്കെങ്കിലും ക്ലാസ് റൂം ഓപ്പൺ ആക്കാനും ഇത് എത്രാമത്തെ ചാപ്റ്റർ ആയി കാണിക്കുന്നത്? മറന്നുപോയി നോക്ക്. ഇത് കാണിച്ചിരിക്കുന്നത് 13-ാമത്തെ ക്ലാസ് അല്ലേ ഇത്? ഇപ്പൊ നടന്ന ഇന്റൻസിവ് ക്ലാസ്സിൽ. കെയർ യൂണിറ്റ്. ഇതല്ല ഇനി എടുക്കുക, ഇത് ഇപ്പം ഇത് മിസ് നമുക്ക് ഇതുപോലെ ഓൾറെഡി ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. ആരെങ്കിലും ഫീസ് അടിച്ചോ? അടിച്ചു. അടച്ചു. അല്ല, ഞാനിന്നാ അടിച്ചത്. ഞാനും ഇന്നാ അടിച്ചത്. അതെയാ? 25-ാം തീയതിക്ക് മുന്നേ അടച്ചാൽ മതി എന്നല്ലേ പറഞ്ഞു. ഇന്ന് 21. വാട്സപ്പ് ഗ്രൂപ്പിന്റെ അകത്തുണ്ടോ? എന്റെ ഗ്രൂപ്പിലെ സെക്കൻഡ് ക്ലാസ് ഇല്ലേ? ഇതുവരെ കണ്ടില്ലല്ലോ. ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ട്രീസ മാം പറയുന്നുണ്ടായിരുന്നല്ലോ ഒരു 15 മിനിറ്റ്സ് ലേറ്റ് എന്നാ എന്തോ പറയുന്നുണ്ടായിരുന്നു.
ഗ്രൂപ്പിൽ അഡ്മിൻ ആരാ? ഞാനാ ഗ്രൂപ്പ് അഡ്മിൻ. നമ്പർ ഏടാക്കിയില്ലല്ലോ. ഏതാ നമ്പർ? ഡിസ്കഷൻ ആണോ എല്ലാവരും? നിങ്ങൾക്ക് ഇപ്പോ നിഷ ടീച്ചറിന്റെ ക്ലാസ് അല്ലേ? മാം നമുക്ക് അറിയില്ല, ടൈം ടേബിൾ കിട്ടാത്തോണ്ടേ. നിങ്ങൾക്ക് നിഷ ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു ഇപ്പോ. പക്ഷെ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നോണ്ട് ടീച്ചർ ഇപ്പൊ ഇല്ല, ടീച്ചർ ഹോസ്പിറ്റൽ വരെ പോയേക്കാണ് അത്യാവശ്യമായിട്ട്. സോ കുറച്ചു നേരം കൂടി ഒന്ന് ഞാൻ തന്നെ ഏറ്റവും ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നെ തന്നെ കണ്ടിരിക്കുന്നത് ബോറിംഗ് ആണോ? ഇല്ല മാം, പാഠം തീരുമല്ലോ വേഗം. പാഠം വേഗം തീരുമല്ലോ ടീച്ചർ വന്നോണ്ട്. പാഠം നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് 6 month ഇല്ലേ, പെട്ടെന്ന് തീരുമൊന്നുമില്ല. നമുക്ക് ഓവറോഡായിട്ട് പഠിക്കാനായിട്ട് തരുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ടീച്ചർ തന്നെ കയറിയത് കേട്ടോ. ക്ലാസ് പറയുന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കയറി. ഓക്കെ, ടീച്ചർ വരുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കും കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് ഭാഗം കൂടി എടുത്താലോ? എന്നാല് അധികം ഒന്നും എടുക്കുന്നില്ല, ഒരു കുറച്ച് സെക്ഷൻ കൂടി എടുക്കാം. മ്യൂട്ടാക്കോ? ഓക്കെ, ആ മ്യൂട്ട് ചെയ്യാത്തവർക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ ആ എടുത്ത അത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം നമ്മൾ ഇപ്പൊ പറഞ്ഞ. ഓക്കെ, ഒന്ന് വായിക്കാം കേട്ടോ അത്രയും ഭാഗം. ഓക്കെ, വായിച്ചോ അത്രയും ഭാഗം? വായിച്ചോ? ഓക്കെ, പകുതി പേര് ക്ലാസ് ഇല്ലെന്ന് ഓർത്ത് പോയിക്കളഞ്ഞോ? ആരെങ്കിലൊക്കെ ലെഫ്റ്റ് അടിച്ച് പോയായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നമ്മള് സ്പെഷ്യലൈസ്ഡ് വാർഡ് വരെ അല്ലേ പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. ഇനി വാർഡിനുള്ളിൽ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ. നോക്കാം, ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയുടെ ഉള്ളിൽ വരുന്ന ആരൊക്കെയാണെന്നാണ് ബ്രാക്കറ്റിൽ ഓരോ ഏരിയകൾ തന്നിട്ടുണ്ട്. ഇനി ഓരോ ഏരിയയുടെ ഉള്ളിൽ വരുന്ന ആരൊക്കെയാണെന്നാണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് കേട്ടോ. നോക്കാം, ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. അപ്പൊ ക്ലിനിക്കൽ ഏരിയയിൽ മെയിൻ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? പേഷ്യന്റും നഴ്സുമാണ് അല്ലെ. പേഷ്യന്റും നഴ്സിംഗ് ഏരിയയുമാണ് ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത്. സെക്കൻഡ് വൺ നോക്കാം, ഓക്സിലറി ഏരിയ. ഓക്സിലറി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്സിലറി നമ്മള് ഓക്സിലറി വെർബ് എന്നൊക്കെ പറയാറില്ല ഇംഗ്ലീഷില്, കേട്ടിട്ടുണ്ടോ? ഓക്സിലറി ഹെൽപ്പിംഗ് എന്നൊക്കെ പറയില്ലേ, ഒരു ഹെൽപ്പായിട്ട് നിൽക്കുക എന്നൊക്കെ ഉള്ളത്. അതാണ് ഓക്സിലറി ഏരിയ. ഓക്സിലറി ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണ്? നഴ്സസ് റൂം ഉണ്ട്, ഡോക്ടേഴ്സ് റൂം ഉണ്ട്. നഴ്സസിന്റെ റൂമും ഡോക്ടേഴ്സിന്റെ റൂമും ചേർന്നതാണ് ഓക്സിലറി ഏരിയ എന്ന് പറയുന്നത്. ആൻസിലറി ഏരിയ. ആൻസിലറി മീൻസ് ഒരു അനുബന്ധമായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ട് ചെയ്ത് നിൽക്കുന്ന റൂമാണ് ആൻസിലറി ഏരിയ. ആൻസിലറി ഏരിയ വരുന്നതാണ് പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. പാൻട്രി
ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? പാൻട്രി കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആ കേട്ടിട്ടുണ്ട് മാം. ഇല്ല. ഫുഡ് കഴിക്കുന്ന സെർവ് ചെയ്യുന്ന കഴിക്കുന്ന സ്ഥലം. Okay, കേട്ടിട്ടുണ്ടോ? എന്താണ് പാൻട്രി മീനിങ്? വാർഡിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഏരിയ ഓക്കെ, അതായത് കലവറ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇവിടെ കലവറ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാത്രങ്ങളും അങ്ങനെ ട്രേസും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ഒരു ഏരിയക്കില്ലേ, അതാണ് ഈ പാൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ഡേ റൂം. ഡേ റൂം മീൻസ് സാധാരണ നമ്മള് ഇപ്പൊ ഒരു എക്സ്ട്രാ എന്തെങ്കിലും റിഫ്രഷ്മെന്റിന് അങ്ങനെയൊക്കെ വേണ്ടി കിടക്കുന്ന റൂമാണ് ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ട്രോളി ബേ. ട്രോളി ബേ എന്ന് വെച്ചാൽ എന്താണ്? വാഷ്റൂം എന്നാണോ അർത്ഥം? ട്രോളി ബേ. ട്രോളി ബേ കേട്ടിട്ടുണ്ടോ? ട്രോളി അറിയില്ലേ? നമ്മൾ ഒന്നിക്കൊണ്ട് പോകുന്ന ട്രോളി. നിങ്ങള് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? നഴ്സിംഗ് അറ്റൻഡർ ഇങ്ങനെ ഒരു സംഭവം സിനിമയിൽ ഈ മറ്റേ ഇഞ്ചക്ഷനും മെഡിസിൻസും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഇതിക്കൊണ്ട് പോകാൻ ഒരു ട്രോളി പോലത്തെ സംഭവമാണ്. അതാണ് ട്രോളി ബേ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ആൻസിലറി ഏരിയയിൽ വരുന്നത്. സാനിറ്ററി ഏരിയ. സാനിറ്ററി നമുക്കറിയാലോ, അവിടെ വരുന്നത് ടോയ്ലറ്റ്സും ഡേർട്ടി യൂട്ടിലിറ്റി, അതായത് ആ ബാക്ക് സൈഡിലുള്ള ഡേർട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ടോയ്ലറ്റ്സും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു ബാക്ക് സൈഡ് ഏരിയയൊക്കെയാണ് സാനിറ്ററി ഏരിയയിൽ ഉൾപ്പെടുന്നത്. അപ്പോ മെയിൻ ആയിട്ട് 4 ഏരിയകളാണ് ഒരു വാർഡിനെ സംബന്ധിച്ച് വരുന്ന കോമ്പോണൻസ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ആൻഡ് സാനിറ്ററി ഏരിയ. ഓരോ ഏരിയയില് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോ ഈ ബ്രാക്കറ്റ്സിനുള്ളിൽ തരും അല്ലെ. ഇപ്പൊ പാൻട്രി, ഡേ റൂം, ട്രോളി ബേ, ഐഡന്റിഫൈ ദ കോമ്പണൻസ് ഓഫ് ദ വാർഡ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം ഓരോ ഏരിയയിലും എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാൻ, കാരണം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ തന്നെ നല്ല രീതിയിൽ പഠിക്കണം അല്ലെ. നമ്മളൊരു എസ്എ ടൈപ്പ് എഴുതുന്നത് പോലെയോ അതിൽ നിന്നും വ്യത്യസ്തമാണ്. സംഭവം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, പക്ഷേ നല്ല രീതിയിൽ അതിന്റെ എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഇതിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിനുള്ളിലുള്ളത് അതായത് ഓരോ ഏരിയയിലും ആരൊക്കെ വരുന്നതൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ ഓക്കെ അല്ലേ? എത്രയും ഓക്കെ. ഇനി തന്നെ നമുക്ക് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് ആണ്. ഇതിന്റെ അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ? നിങ്ങൾക്ക് പെട്ടെന്ന് പോണോ? സ്പീഡപ്പ് ആകട്ടല്ലാന്ന് ഓർത്താണ് തിരിച്ച് കുറച്ചെടുത്ത് പോകുന്നത്. മാം അതുകൂടി എടുത്തോളൂ, കുഴപ്പമില്ല. ചെറിയ കുഴപ്പമില്ല. ഓറാകോ നമുക്ക്? ഇല്ല മാം, കണ്ടിന്യൂ ചെയ്തോളൂ. കണ്ടിന്യൂ ചെയ്തോ മാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു സെക്ഷൻ കൂടി സംശയം ചോദിച്ചോട്ടെ? എന്താണ് ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത്? ഡേ റൂം ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മളെ പേഷ്യൻസ് കിടക്കുന്ന ഒരു ഏരിയയും ബെഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയില്ലേ, അതിനെ തന്നെയാണ് നമ്മൾ ഈ ഡേ റൂം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. ഇനി ഓവറായിട്ട് ബോറിംഗ് ആയിട്ട് നിങ്ങൾ ഉറക്കമൊന്നുമില്ല. ഇങ്ങനൊരു സെയിം ടോപ്പിക് ഹോസ്പിറ്റലിന്റെ തന്നെയല്ല ഇങ്ങനെ എല്ലാ പീരീഡും എടുക്കുന്നത്. അപ്പൊ എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലെ, കണ്ടിന്യൂസ് കേൾക്കുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും അല്ലെ. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് കണ്ടിന്യൂ ചെയ്തോട്ടെ അല്ലെങ്കിൽ എടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ്സ് കൂടി എടുക്കാം കേട്ടോ. ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് അല്ലെ. എന്തൊക്കെയാണ് ഒരു നല്ലൊരു വാർഡ് മാനേജ്മെന്റിനെ ഇൻവോൾവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. എളുപ്പമാണ്, കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഒരാളൊക്കെ 3 പോയിന്റ് വെച്ച് നമുക്ക് ഓരോരുത്തർക്കും വായിക്കാം. നിങ്ങൾ മാക്സിമം ഓരോരുത്തര് 3 പോയിന്റ് ഫസ്റ്റ്ലി വായിക്കാം. ദെൻ നിങ്ങൾക്ക് പറ്റുന്ന പോലെ അതൊന്ന് എക്സ്പ്ലനേഷൻ കൂടി ചെയ്യണം. ഓക്കെ, വായിച്ചോളൂ. ഫസ്റ്റ് 3 പോയിന്റ് ഒരാൾ വായിക്കാം, അല്ലെങ്കിൽ വേണ്ട 2 പോയിന്റ്സ് വെച്ച് ഓരോരുത്തരെ 2 പോയിന്റ്സ് വെച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, വായിച്ചോളൂ. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഫസ്റ്റ് വൺ. സെക്കൻഡ് പോയിന്റ് വായിച്ചോളൂ. Second one, knowledge of all duties to be performed in the ward. ഒന്നാമത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് പ്രോട്ടോകോളും പോളിസീസും ഒക്കെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്.
ഓക്കെ. വാർഡിലെ പെർഫോമൻസിനെ ഡ്യൂട്ടീസിനെ കുറിച്ചും നോളജ് ഉണ്ടായിരിക്കുക. അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി അവർക്ക് തന്നെ സ്വയം ഒരു അറിവ് വേണം. Okay, Miss Ba, any second one, last, then second points വായിക്കാറുണ്ട്. A planned program for each day's work. പിന്നെ അടുത്ത പോയിന്റ് വായിച്ചോ. beginning the day on time. Okay, പറഞ്ഞോളൂ. A planned program. അങ്ങനെ വെച്ചാല് ഓരോ ദിവസം വർക്കിനെ കുറിച്ചുള്ള പ്ലാനിങ് ആയിട്ടുള്ള ഒരു ദിവസത്തെ വർക്കിങ്ങിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാൻ ചെയ്യുക. ഓക്കെ. ബിഗിനിങ് അതെന്താ അതിന്റെ മീനിങ്? ഓരോ ദിവസവും ഓരോ ടൈം വെച്ചാണ് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓരോ ഡേ തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കുക. ഓക്കെ കാർത്തിക. ഇനി അടുത്ത ആള് വായിച്ചോളൂ. ഇനി ആരും വായിക്കാൻ വായിച്ചോ. Preventing interruptions, establishment of ward routine, use of democratic methods in the establishment of ward policy. Preventing interruption. Interruption means തടസ്സങ്ങൾ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക. വാർഡിന്റെ റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഇന്ററപ്റ്റ് ചെയ്യുക. കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തടസ്സപ്പെടുത്തുന്നത്. പിന്നെ നല്ല രീതിയിൽ ആ ഒരു ഡേ ടു ഡേ പ്രൊസീജിയർ നടന്നു പോകണം അല്ലെ. അതൊക്കെ എന്തെങ്കിലും ഇന്ററപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് തടയുക. ഓക്കെ. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ് ഇൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. അതായത് വാർഡിലെ കാര്യങ്ങള് അതായത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. ഡെമോക്രാറ്റിക് മീൻസ് ജനാധിപത്യം. അതായത് ഇവിടെ ജനാധിപത്യം ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് നല്ല രീതിയിൽ അവർക്ക് വേണ്ടി സപ്പോർട്ടീവ് ആയിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള മെത്തേഡ്സുകൾ വേണം ഒരു വാർഡ് പോളിസിയിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് വൺ രണ്ട് പോയിന്റ്സ് വായിച്ചോളൂ. Orientation of new staff members, maintenance of a suitable environment. ഓറിയന്റേഷൻ. എന്താണ് ഓറിയന്റേഷൻ? പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിന് നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കുന്ന പോലെ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പുതിയ ഓറിയന്റേഷൻ മീൻസ് പരിഷ്കരണം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ. മെയിൻ്റെനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്, നല്ല പരിസ്ഥിതി ഉണ്ടാക്കി കൊടുക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്കൊന്ന് പ്രാവർത്തികമാക്കി കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ provision of supplies and equipment, effective work, efficient work. അതായത് നമുക്ക് ചികിത്സക്ക് വേണ്ട എക്യുപ്മെന്റ്സും സപ്ലൈസ് മരുന്നുകളെല്ലാം കരുതുക. സപ്ലൈസ് ചെയ്യാനുള്ള ജോലിക്കുമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം കരുതണം, കാര്യക്ഷമമായിട്ട് കരുതുക. ഓക്കെ. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. ഡോക്ടേഴ്സും നഴ്സും തരുന്ന ഓർഡറുകളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുക. വ്യക്തമായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ. അടുത്ത രണ്ട് പോയിന്റ്സ്. ഓക്കെ. ബാക്കി എല്ലാവരും ഉറങ്ങിപ്പോയ ക്ലാസ്സിലേക്ക്. records, full reports, maintenance of high moral among പ്രവർത്തനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുക, റെക്കോർഡുകളിലാക്കുക. ഓക്കെ. മെയിൻ്റെനൻസ് കഴിഞ്ഞായിരുന്നോ? രണ്ട് പോയിന്റ്സ് വായിച്ചോ? ഓക്കെ. നെക്സ്റ്റ് വൺ വായിച്ചു. നെക്സ്റ്റ് രണ്ട് പോയിന്റ്. നെക്സ്റ്റ് വൺ രണ്ട് പോയിന്റ് വായിക്കൂ. Maintenance of high moral among all staff members. Establishment of good working relationship within the ward and within other associates. Maintain high among all staff members. എല്ലാ മെമ്പേഴ്സിന്റെ ഇടയിലും മോറൽ ആയിട്ടുള്ള ഒരു മൊറൈൽ മീൻസ് മനോവീര്യം എന്നാണ് അർത്ഥം. മൊറൈൽ മനോവീര്യം അവർക്കൊരു ധൈര്യം, ഒരു എന്താ പറയാ, നമ്മള് നഴ്സസിനൊക്കെ അവർക്ക് പ്രവർത്തിക്കാനൊക്കെ നല്ലൊരു രീതിയിലൊരു നമ്മളൊന്ന് പകർന്നു കൊടുക്കുന്നൊക്കെ പറയാറില്ല. ഇങ്ങനെ
നിങ്ങളുടെ വർക്കൊക്കെ പല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ, അത് പൊക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തായാലും അവരുടെ ഒരു ധൈര്യം മനോവീര്യം ഉയർത്തുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വാർഡിനുള്ളിൽ മാത്രമല്ല മറ്റ് സഹപ്രവർത്തകരുമായിട്ട് നല്ല രീതിയിലൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി രണ്ട് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അല്ലേ ഉള്ളൂ. ഇനി വേഗം വേഗം വായിച്ച് രണ്ട് പോയിന്റ്, അടുത്ത രണ്ട് പോയിന്റ് വായിക്കാം. Delegation of responsibility. Delegation of responsibility. അടുത്തത് Well planned assignments. ഡെലിഗേഷൻ എന്താണ് അവരെ പറയുന്നത്? ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഓരോ പ്രതിനിധിയെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക, ഡെലിഗേറ്റ് ചെയ്യുക. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, അതായത് എന്താ പറയുന്നത്, അതായത് നന്നായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, എല്ലാത്തിലും നല്ല ആസൂത്രണം വേണം. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ, അല്ലെ, അറേഞ്ച്ഡ് ആയിട്ടുള്ള ക്രമീകരിച്ച സമയം വേണം ഓരോ വിദ്യാർത്ഥികളും, അതായത് ഉദ്യോഗാർത്ഥികൾക്ക്, ഓരോ നഴ്സസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ അറേഞ്ച്ഡ് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും നൽകണം. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, അല്ലെ, നല്ല രീതിയിലുള്ള ഒരു അധ്യാപനവും മേൽനോട്ടം. ഇവിടെ അധ്യാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലെ ടീച്ചർ പഠിപ്പിക്കുന്ന അധ്യാപനമാണോ വരുന്നത്? ഇങ്ങനെയല്ല, ഒരു സ്റ്റാഫുകൾക്കിടയിൽ നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് പിന്നെ എല്ലാം പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ മെഡിസിൻസും ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് വേണം, പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്കൊന്ന് സൂപ്പർവിഷൻ പോലെ ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫാക്ടേഴ്സ്, ഒരു നല്ലൊരു വാർഡില് മാനേജ് ചെയ്യാൻ വേണ്ടി വേണ്ടുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? മാം ഡെലിഗേഷന്റെ അർത്ഥം എന്താ? ഏതാ ഡെലിഗേഷൻ? നമ്മൾ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രതിനിധി എന്നൊക്കെ പറയാറില്ലേ, അതായത് ഡെലിഗേഷൻ ഓഫ് ഉത്തരവാദിത്തങ്ങള് നമ്മളുടെ ഓരോ പ്രതിനിധികൾക്കും അവരുടേതായിട്ടുള്ള പ്രതിനിധി എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കുമല്ലോ ഓരോ വാർഡിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നൽകുക എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത് അപ്പൊ ഇവിടെ. ഓക്കെ, അപ്പൊ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗുഡ് മാനേജ്മെന്റ് ആണ് നോക്കിയത്. ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക വായിക്കുമ്പോൾ. ഫസ്റ്റ് പോയിന്റ്, follow policies and protocols, knowledge of all duties to be performed in the ward, a planned programs for each day's work, beginning the day on time, preventing interruptions, establishment of ward routine, use of democratic methods in the establishment of ward policy, orientation of new staff members, maintenance of suitable environment, provision of supplies and equipment for efficient work, clear-cut doctors and nurses' orders, accurate records, full reports, maintenance of high morale among all staff members. Morale means മനോധൈര്യം. ഇനി interruptions അറിയാലോ, തടസ്സങ്ങൾ, തടസ്സപ്പെടുത്തുക എന്നൊക്കെയുള്ളൊരു മീനിങ്. Accurate records, full reports, maintenance of high morale among staff members, establishment of good working relationship within the ward and within other associates, delegation of responsibility, well-planned assignments, well-arranged time for personnel, good teaching and supervision. Okay, 3 points ആണ്. ഇത് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് വായിക്കാം കേട്ടോ. ഇത്രയും പോയിന്റ്സ് 5 minutes ടൈം തരാം, നിങ്ങളൊന്ന് സ്വയം ഒന്ന് വായിക്കാം, നിങ്ങൾ തന്നെ എന്റെ മീനിങ് ഒക്കെ ഒന്ന് മൈൻഡിൽ കാണാം കേട്ടോ. മാം ഈ ഡെമോക്രാറ്റിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെമോക്രസി എന്നൊക്കെ പറയാറില്ലേ, നമ്മള് ഡെമോക്രസി മീൻസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ, ജനങ്ങളുടെ ആവശ്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടാണല്ലോ സ്പെഷ്യൽ ആയിട്ട് ഡെമോക്രാറ്റിക് എന്നുള്ള പേര്. സെയിം ഇതുപോലെ പേഷ്യൻസിന് സപ്പോർട്ടീവ് ആയിട്ട് അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത്തരത്തിലുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്.
Okay. Ma'am, preventing interruptions, establishment of ward routine. പ്രിവെന്റിങ് മീൻസ് നമ്മൾ ആ ഒരു പ്രിവെന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ തടയുക. അതായത് ഇപ്പൊ വാർഡ് റൊട്ടീനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഒരു വാർഡിന്റെ ഓരോ ദിനചര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ആ ഒരു ദിനചര്യങ്ങളെ സ്ഥാപിക്കുന്നത്. എന്തെങ്കിലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനൊക്കെ പ്രിവെന്റ് ചെയ്തിട്ട് എന്താ പറയാ, ഒരു നല്ല രീതിയിൽ ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ പ്രൊസീജിയർ ഒക്കെ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളൊരർത്ഥം. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു ചാപ്റ്ററിന്റെ കോപ്പി ഉണ്ടായിരുന്നോ? കോപ്പി നിങ്ങൾ എടുത്ത് പിടിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളോട് പറയാം. ചിലപ്പോ നമുക്ക് ഏത് ചാപ്റ്റർ ആണ് ചിലപ്പോൾ മുൻകൂട്ടി അത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഈ ചാപ്റ്റർ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത്. ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ആയിട്ടുള്ള ചാപ്റ്ററുകളാണെങ്കിൽ നിങ്ങളോട് ഇൻഫോം ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കോപ്പി എടുത്ത് കയ്യിൽ പിടിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ വായിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരുത്തർ വായിക്കണം കേട്ടോ. കാരണം നമുക്ക് പേര് വിളിച്ച് പറയാനായിട്ട് അറിയില്ലല്ലോ. എല്ലാവരുടെ പേര് അങ്ങനെ പരിചയപ്പെട്ട് നമ്മൾ വരുന്നല്ലേ ഉള്ളൂ. ഇത്രയും കുട്ടികളുണ്ട് ഓരോ ബാച്ചിൽ അല്ലെ. നമുക്ക് പെട്ടെന്ന് എല്ലാ ടീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് പേരുകളൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ വായിച്ചോളാൻ പറയുന്നത് കേട്ടോ. ഇന്ന് എല്ലാവരും തന്നെ ക്ലാസ്സിൽ കയറിയായിരുന്നോ? ഒത്തിരി പേരുണ്ടോ ഇനി കയറാനായിട്ട്? Ma'am, clear cut the doctors and nurses order, meaning. അതായത് ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഡോക്ടേഴ്സിന്റെയും നഴ്സുകളുടെയും അവരുടെ ഉത്തരവുകളൊക്കെ. ഇപ്പൊ ഡോക്ടേഴ്സ് ചിലപ്പോ എന്ന് പറയും ഇന്ന ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എത്തിക്കണം എന്നൊക്കെ പറയാറില്ലേ. എന്നിട്ട് നഴ്സുമാരോട് പറഞ്ഞിട്ട് നഴ്സസ് അല്ലേ നമുക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞു തരുന്നത്. അതായത് നഴ്സസിന്റെയും ഡോക്ടേഴ്സ് അങ്ങനെയുള്ള അവര് തരുന്ന ഓർഡറുകൾ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എടുക്കുക, അങ്ങനെയൊക്കെ പറയാറില്ലേ. ആ ഓർഡറുകളൊക്കെ കറക്റ്റ് ആയിട്ട് വ്യക്തമാക്കണം എന്നാണ് പറയുന്നത്. റേഞ്ചിന്റെ പ്രോബ്ലം ആണോ? എല്ലാവർക്കും ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? പ്രശ്നമൊന്നുമില്ലല്ലോ? മഴയുടെ പ്രശ്നമൊക്കെ ഉണ്ട് അല്ലെ, റേഞ്ചിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. കുഴപ്പമില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് ടോട്ടലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ഇപ്പൊ ഒന്നോ രണ്ടോ പേർക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്നില്ല, ചിലപ്പോ അത് നമ്മളുടെ സ്വന്തം റേഞ്ചിന്റെ പ്രോബ്ലംസ് ആയിരിക്കാം കേട്ടോ. മൊത്തത്തില് ടോട്ടലായിട്ട് ക്ലാസ്സിൽ ഒട്ടും കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓപ്പറായിട്ട് പറയണം കേട്ടോ. ഓക്കെ, ശ്രീജിക്ക് മഴയുടെ പ്രശ്നമല്ലേ? ഓക്കെ, എല്ലാ സ്ഥലങ്ങളിലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് നമുക്ക് റേഞ്ചിന്റെ ഇഷ്യൂസ് ഒക്കെ വന്നേക്കാം. കുഴപ്പമില്ല. മാം, ഈ ചാപ്റ്റർ ഇപ്പൊ നിർത്തിയാ? ഏതാ? ഇനി ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇന്ന്? നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. കാരണം കുറച്ചും കൂടി ഉണ്ട് എടുക്കാനായിട്ടുണ്ട്. ചാപ്റ്റർ കുറച്ച് കൂടുതലുണ്ട്. നമുക്ക് ഒത്തിരി നിങ്ങൾക്ക് കൂടി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടുള്ള ഒരു ഗ്യാപ്പ് തന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണല്ലേ. ടീച്ചർ തന്നെ ഒരാള് എടുക്കുന്ന നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല മാം. നിങ്ങൾക്ക് ഇനി ബോറടിക്കുന്നല്ലോ എന്ന് കരുതിയിട്ടാണ് ടീച്ചർ ഒരു ഗ്യാപ്പൊക്കെ തന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്തത് ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? കുഴപ്പമില്ലല്ലോ? വാർഡ് നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? കിട്ടിയിട്ടില്ലല്ലോ? ഉറപ്പല്ലേ എല്ലാവർക്കും? ഓക്കെ, ടൈം ടേബിൾ അപ്പൊ എത്രയും പെട്ടെന്ന് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ അയച്ചു തരാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഓരോ ടീച്ചേഴ്സിന്റെ ടൈമുകളും കാര്യങ്ങളും അറിയാൻ പറ്റുമല്ലോ. എല്ലാ ടീച്ചേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചാലോ? നിങ്ങൾക്ക് ഓരോക്കെ ഫസ്റ്റ് ക്ലാസ് ആയില്ലേ? മാം, എക്സാം ഉണ്ട് പറഞ്ഞിട്ടില്ല, അത് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്ന ഭാഗങ്ങളൊന്ന് പറഞ്ഞുതരോ? നമുക്ക് അതൊന്ന് റിവിഷൻ പോലെ ചെയ്യാം കേട്ടോ. ഇപ്പൊ കുറച്ച് ടൈം നമുക്ക് റിവിഷൻ ചെയ്യാം. നമുക്ക് ഈ ഒരു പുതിയ ചാപ്റ്റർ ഇത്രയും മതിയല്ലോ. നിങ്ങളുടെ നെക്സ്റ്റ് വേറൊരു സെക്ഷൻ കൂടി ഉണ്ടേ. നമുക്ക് രണ്ട് ബാച്ച് വെച്ചാണ് ഒപ്പം തന്നെ പോകുന്നത്. നിങ്ങൾക്ക് ഒരു എ ബാച്ചും ബി ബാച്ചും ആയിട്ട് നമുക്കുണ്ട്. രണ്ടുപേർക്കും ഒപ്പം നമ്മൾ ഒരേ ടൈമിങ്ങില് ഓരോ ക്ലാസ്സുകളുണ്ട്. അവർക്കും എക്സാം ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾക്കായിരിക്കും എക്സാം. ഓക്കെ, എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? തോന്നില്ലല്ലോ, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ആദ്യത്തെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമ്മള് എന്താ പറയാ ഗ്യാപ്പുള്ളവരൊക്കെ ഉണ്ട് കൂട്ടത്തിലൊക്കെ ഇല്ലേ? ഗ്യാപ്പുള്ളവരൊക്കെ ഉണ്ടോ?
ഉണ്ട് മാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോ ഒരു പഠിക്കണേലാണ് കുറെ നാളായി പഠിക്കാനിരുന്നിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല. അതാ പറഞ്ഞത്, നിങ്ങൾ ഓരോ ദിവസം പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, അതിന്റെ മീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന് രാത്രി തന്നെ പരമാവധി മാക്സിമം കിടക്കുന്നതിന് മുൻപ് ജസ്റ്റ് പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സുകൾ ഏതൊക്കെയാണോ അതൊന്ന് വായിച്ചിട്ടൊന്ന് കിടക്കാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം ഓരോരുത്തരുടെ സിറ്റുവേഷൻ പലതാണ് അല്ലെ. കുട്ടികളൊക്കെ ഉള്ളവരുണ്ടാവും, വീട്ടിൽ വല്ല പ്രോബ്ലംസോ ഇഷ്യൂസോ ഉള്ളവർക്ക് ഉണ്ടാവാം. പക്ഷെ എന്ത് ചെയ്യാം, എന്തായാലും നമ്മൾ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത് അല്ലേ? ആരും ചെയ്യുന്നത് നമുക്ക് നല്ലൊരു ജോലി വേണം അല്ലേ? നല്ലൊരു ജോലി വേണമെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു മാർക്കോട് കൂടി പാസ്സായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ജോലിയിൽ കയറാൻ. സോ അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ അത് മാത്രം കണ്ടാൽ മതി അല്ലെ? ഇപ്പൊ നിങ്ങള് ഇതിന്റെ ഇപ്പൊ ഫീസ് അടക്കുന്നത് ചിലവര് ചിലപ്പോ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ വേറെ തരത്തിൽ വരുമാനമുള്ളവരാണെങ്കിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ ആശ്രയിച്ചിട്ടല്ലേ ഫീസ് അടക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിക്കാം. അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാൻ കേട്ടോ. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, ഓരോ ദിവസവും പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോ നമുക്ക് ഞാൻ എടുക്കുന്ന പോർഷൻസിൽ നിന്ന് എന്റെ ഭാഗത്ത് നിന്ന് ടെസ്റ്റ് പേപ്പർ ഞാൻ ഇടും കേട്ടോ. അപ്പൊ അത്രയും ടീച്ചർ എടുക്കുന്ന പോർഷൻസ് ക്ലിയർ ആയിരിക്കും. ഓക്കെ, പഠിച്ചു പോയാൽ കേട്ടോ, പഠിക്കണം. വർക്ക് ചെയ്യുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും? വേറെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണോ നിങ്ങളാരെങ്കിലും? വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യണില്ല. ഓക്കെ, വർക്ക് ചെയ്തിരുന്നത് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചിരുന്നു. ട്യൂഷൻ. ഓക്കെ, ട്യൂഷൻ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കാണോ അല്ലെങ്കിൽ സെന്റർ ആയിട്ടാണോ? അല്ല, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വീട്ടിൽ വരും എന്നിട്ട് പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ല അത്? അത് ഇപ്പൊ ഇവിടത്തെ ക്ലാസ്സും പിന്നെ അവർക്ക് ടൈം കിട്ടുന്നില്ല. ഇനിയിപ്പോ ചിലപ്പോ തുടങ്ങും. ഓക്കെ ഓക്കെ. അല്ല, ട്യൂഷൻ എപ്പോഴും നല്ലതാണ്. നമുക്കിപ്പോ ഒരു സൈഡായിട്ട് നമുക്കൊരു എന്താ പറയാ, നമ്മളുടെ രീതിയിലുള്ള ചെറിയൊരു വരുമാനം നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. പക്ഷെ വരുമാനത്തിലായാലും നമുക്ക് കൂടുതൽ അറിവ് കിട്ടുകയല്ലേ ചെയ്യുന്നത് അല്ലെ? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ടെസ്റ്റുകളൊക്കെ എഴുതണമെങ്കിൽ PSC അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റസ് ഒക്കെ എഴുതണമെങ്കിൽ ട്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ ഇതിന്റെ നോക്കണം. അതിന്റെ ഇടയിൽ നമുക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നെങ്കിൽ പോയിക്കോ. പക്ഷെ അതനുസരിച്ച് സ്കൂളില് നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോകാം. പക്ഷെ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണം. നമ്മൾ പഠിക്കാൻ വേണം, ജോലി ചെയ്യാൻ പറ്റും, ഒപ്പം രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം. പിന്നെ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവില്ല, ഓരോരുത്തരുടെ കുട്ടികളുള്ളവർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ചോദിച്ചെന്നാണോ ടീച്ചർ? ഓക്കെ, ദെൻ നമ്മൾ എക്സാമിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എക്സാമിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മള് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു, ഫസ്റ്റിലെ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നത് ഈ യൂണിറ്റ് ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ് ഇന്റൻസീവ് ICU എന്ന് പറയുന്നത് അല്ലെ? റെക്കോർഡ് ക്ലാസ്സിൽ കമന്റ്സ് ഒക്കെ വരത്തിടയ്ക്ക്. ഓക്കെ, റെക്കോർഡ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയാൽ പോരെ. പക്ഷെ ക്ലാസ് കാണാതിരിക്കരുത് കേട്ടോ. എങ്ങനെയെങ്കിലും ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ വായിച്ചാൽ കിട്ടുന്നവരായിരിക്കും അല്ലെ? ഇപ്പൊ ടീച്ചറിന്റെ ഒരു ക്ലാസ്സോട് കൂടി കിട്ടുന്നതെല്ലാം അതിലുപരി നിങ്ങൾക്ക് സ്വയം വായിച്ചാൽ കിട്ടുന്നതായിരിക്കും. പക്ഷെ നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ICU എന്ന് പറയുന്നത് എ യൂണിറ്റ് ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലെ ഒരു യൂണിറ്റ് ആണ്. ദെൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റൻസീവ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ്. അവിടെ നമുക്ക് എന്താ പറയാ, സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഒരു ഇന്റൻസീവ് കെയർ അല്ലെങ്കിൽ ICU എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു ആരോഗ്യമാണ് ICUലെ പ്രവേശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ?
ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സെർവർ ബേൺസ് ഉണ്ട്, റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോതൊറാക്സിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, സെപ്സിസ്, കാർഡിയാക് അറസ്റ്റ് അല്ലെ? ഇത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ICUല് അല്ലെങ്കിൽ അവർക്കുള്ള കെയറുകളാണ് ICUല് നൽകുന്നത്. സോ ഈ ഒരു പേരുകളൊക്കെ നിങ്ങൾ ഈ ടൈപ്സും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ചിലപ്പോ ഓഡ് വണ്ണൊക്കെ ചോദിക്കാം അല്ലെ? അല്ലെങ്കിൽ നോട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്തതിന് ഇട്ടിട്ട് ഏതാണ് ഇതിനകത്ത് ഒറ്റപ്പെട്ടതൊക്കെ ചോദിക്കാം. കോമൺ ടൈപ്പ് ഓഫ് ICU. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്ട് ഫോംസും കാര്യങ്ങളും അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഇത് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു NICU ചോദിക്കാറുണ്ട്, TICU, SICU, ഇതൊക്കെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം തന്നെ പഠിക്കണം, ഒഴിവാക്കാനുള്ള ഞാൻ പറയുന്നത്. ബാക്കി എല്ലാത്തിനെയും എല്ലാം തന്നെ പഠിക്കാം. ഇങ്ങനെ ഷോർട്ട് ഫോമുകളൊക്കെ പ്രോപ്പർ ആയിട്ട് കമ്പൽസറി തന്നെ പഠിച്ചു പോകണം. കാർഡിയാക് ഇന്റൻസീവ് കെയർ, CICU, CVTS അല്ലെങ്കിൽ NICU. ഓർമ്മയുണ്ടോ? NICU എന്തായിരുന്നു? നിയോനാറ്റൽ ഇന്റൻസീവ് കെയറിംഗ്, നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് രണ്ടും മാറി പോവാണ്ടിരിക്കാനാണ്. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിന് ഷോർട്ട് ഫോമിൽ പറയാറില്ല. നമ്മള് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിയോനേറ്റലിന് മാത്രമാണ് ഈ NICU എന്നുള്ള ടേം പറയുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഇവിടെയും NICU തന്നെയല്ല വരുന്നത്. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ടുണ്ടെങ്കിൽ NICU എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് പറയണമെങ്കിൽ NICU എന്ന് പറയുന്നത് നിയോനേറ്റൽ തന്നെയാണ്. ന്യൂറോന് നമ്മൾ ആ സെയിം ആ ഒരു ടേം തന്നെയാണ് പറയുന്നത് കേട്ടോ. SICU സർജിക്കല്, ട്രോമ, TICU ട്രോമ മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ഇത് കമ്പൽസറി ആയിട്ട് തന്നെ ആ ഷോർട്ട് ഫോമുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഓപ്പൺ യൂണിറ്റ് ആൻഡ് ക്ലോസ്ഡ് യൂണിറ്റ്. ഇതിനുള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കണം കേട്ടോ. ദെൻ സ്റ്റാഫിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മെഡിക്കൽ സ്റ്റാഫ്, അവിടെ വരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, ICU ഇൻചാർജ്, ഇന്റൻസീവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. ദെൻ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റും കാര്യങ്ങളും, അവിടെ വരുന്ന സ്റ്റാഫുകളുടെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ ICUലെ രജിസ്ട്രാർ ആരാണ്, അയാൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ, അയാളുടെ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ പഠിക്കണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വരും. ദെൻ ജൂനിയർ റെസിഡന്റ് ICU, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ അഡ്മിഷൻ ക്രൈറ്റീരിയ അല്ലെ, നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ഈ പോയിന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കണോണ്ട് അതിൽ കൂട്ടത്തിൽ പെടാത്തവയെന്നോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഇനി ഡേ ടു ഡേ പ്രൊസീജിയറിൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. സ്ട്രോങ് അധികം ഒന്നും വരുന്നില്ലല്ലോ അതിൽ നിന്ന്. അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഇൻചാർജ് ഓഫ് ICU, ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കി വെക്കാം. ഞാൻ പറഞ്ഞു മാറിപ്പോകരുത് നിങ്ങൾക്ക്, കാരണം ഇൻചാർജിന്റെയും വരുന്നുണ്ട്, സെക്രട്ടറിയുടെയും വരുന്നുണ്ട്. അങ്ങോട്ട് ഇങ്ങനെ തമ്മിൽ ഒരു എന്താ പറയാ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നല്ല രീതിയിൽ മാറിപ്പോവാത്ത രീതിയിൽ തറവായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിലപ്പോ ഇതിനുള്ളിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അറേഞ്ച് ദ ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instruction not only regarding patient care but also for use of unfamiliar equipment. ഇങ്ങനെ ഒരു കോട്ട് തരാം അല്ലെ. എന്നിട്ട് ചോദിക്കാം ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്ന് അല്ലെ. ചോദിച്ചൂടെ ആരുടെ ആയിരിക്കും? ഇൻചാർജ്. മാറിപ്പോകരുത്. അവിടെ കൊണ്ട് സെക്രട്ടറി എഴുതിയിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കുട്ടി കുറച്ച് പഠിക്കരുത്. അപ്പോ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. ദെൻ അഡ്മിഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെയിൻ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നല്ല, ഇവിടെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്ട്രാ ചോദിക്കാനൊന്നുമില്ല, നിങ്ങൾ അതൊന്ന് വായിച്ചുവിടാം. ഓക്കെ. ദെൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. എന്തൊക്കെയാണ് ICU സെക്രട്ടറി ചെയ്യുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളും. ഇതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മെയിൻ പോയിന്റ്സിനൊക്കെ കുറച്ച് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം കേട്ടോ.
ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു റിവിഷൻ പോലെ ആയി അല്ലേ? അപ്പോ മൺഡേ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് ഇൻഫോം ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഗ്രൂപ്പ് അഡ്മിൻ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. Sure, ma'am. Sure, ma'am. ഓക്കെ, കാരണം നമ്മളിനി മൺഡേ ചിലപ്പോൾ ഈ ക്ലാസ്സിൽ കയറാത്ത ആളുകള് മൺഡേ ക്ലാസ്സിൽ കയറുന്നെങ്കിൽ എക്സാം എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് ഷോക്കായി പോകും. എന്താണ് എക്സാം, അത് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നും അല്ലേ? അതുകൊണ്ടാണ് കയറാത്തവർക്ക് വേണ്ടിയിട്ടാണോ ഒന്ന് ഇൻഫോം ചെയ്യാൻ പറയുന്നത് കേട്ടോ. മാം എക്സാം ഒബ്ജക്റ്റീവ് ആയിട്ടില്ലേ? എന്താ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ? ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, നമുക്ക് അതിനുള്ള ടൈം ഇല്ലാതാണോ. നമുക്ക് എക്സാം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം എഴുതാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അതായത് മാക്സിമം ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. സോ അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ആകുക, ബുക്കും പേനയും കാര്യങ്ങളൊക്കെ എടുക്കുക. ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ ആ നമ്പറിന്റെ ആൻസേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ആൻസേഴ്സ് മാത്രം എഴുതുക. ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ, എളുപ്പമാണ്. ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ. അപ്പോൾ അത്രയ്ക്ക് ഓപ്ഷൻസ് ഒന്നും വേണ്ടാത്ത രീതിയിലുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ടീച്ചർ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുക, ആൻസർ ചെയ്യാം. എല്ലാ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ടീച്ചർ ആൻസേഴ്സ് പറയും. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ടിക്ക് ചെയ്യുക, മാർക്ക് ഇടാം. ഇത് നിങ്ങൾ എടുക്കുന്ന നോട്ട്ബുക്ക് ഇല്ലേ, ഇപ്പോൾ ഓരോ ടീച്ചേഴ്സിന്റെ നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ടോ എല്ലാവരും? എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതിയിട്ടൊരു നോട്ട്ബുക്ക് എടുക്കാം. ആ നോട്ട്ബുക്സിന്റെ ബാക്ക് സൈഡിൽ വേണം എക്സാം എഴുതാൻ. ഓരോ ദിവസം നമ്മൾ ഓരോ എക്സാമിനും ആ ഡേറ്റ് ഇട്ടിട്ട് ആ എക്സാം എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആൻസർ ലാസ്റ്റ് പറയാം. നിങ്ങൾ അതൊന്ന് ടിക്ക് ചെയ്യാം, മാർക്ക് കൂട്ടിയിട്ട് നിങ്ങൾ തന്നെ ഇടാം അല്ലെ. എക്സാം എഴുതുമ്പോ ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മള് പരസ്പരം കാണുന്നില്ല. പക്ഷെ എക്സാം എന്തായാലും സിൻസിയർ ആയിട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ തന്നെ എഴുതി അങ്ങനെയൊക്കെ മാർക്ക് ഇടാം. പക്ഷെ സ്വയം ഒരു വിശ്വാസത്തോടു കൂടി എക്സാം ഇടാം കേട്ടോ. ക്വസ്റ്റ്യനും കൂടി എഴുതി വെച്ചാൽ നല്ലതല്ലേ? ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനും കൂടി എഴുതുന്നത് നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു അത്രയും ടൈമിങ് വരുന്നില്ലല്ലോ. നമുക്കൊരു മാക്സിമം ഒരു മണിക്കൂറത്തെ ക്ലാസ് അല്ലേ ഉള്ളൂ. അപ്പൊ അരമണിക്കൂർ നമുക്ക് ഓൾറെഡി നമ്മൾ എടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഒരു അരമണിക്കൂറാണ് നമ്മൾ എക്സാം ഇടാന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ക്വസ്റ്റ്യൻ ഇനി ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അതൊരു ഡിലേ വരുമല്ലോ, അതുകൊണ്ടാണ് ആൻസർ മാത്രം എഴുതാൻ പറയുന്നത്. നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ തന്നെ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും എഴുതണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യാം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് മുമ്പ് വൈൻഡപ്പ് ചെയ്തെന്നുള്ളൂ. കുഴപ്പമില്ല, കണ്ടിന്യൂഷൻ ആയിട്ട് എടുത്തതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ മൺഡേ വരുമ്പോൾ ടെസ്റ്റ് പേപ്പറിന് പ്രിപ്പയർ ആയിട്ട് വന്നോ കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം, ബൈ മാം. താങ്ക് യു മാം. താങ്ക് യു താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.